Welcome to OP 10.0 Session 4 Syllabus Decoding BSc Food Safety and Quality Management. നമ്മൾ ഈ ഒരു ഈ സെഷൻ പങ്കെടുക്കുന്നത് കൊണ്ട് എന്താണ് നിങ്ങൾക്ക് യൂസ് എന്ന് അറിയില്ല. നമ്മൾ എന്തൊരു സെഷൻ പങ്കെടുക്കുമ്പോഴും എന്തെങ്കിലും ഒരു യൂസ് വേണ്ട. കഴിഞ്ഞ പ്രാവശ്യം ഒരു ഇന്ററാക്റ്റീവ് സെഷൻ ആയിരുന്നു. ഈ സെഷൻ അതുപോലെ തന്നെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സെഷൻ ആണ്. ബട്ട് ദിസ് ഇസ് അ ഫോമൽ ആൻഡ് കുറച്ചും കൂടെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു സെഷൻ ആണ്. ഓക്കെ, നമ്മൾ ഈ ഒരു സെഷനിൽ നമ്മുടെ സിലബസിന്റെ കോഡിനെ ഡീകോഡ് ചെയ്യാൻ പോവാണ്. നിങ്ങൾക്ക് ഇപ്പൊ കുറെ കോഡും ഇപ്പൊ ഞാൻ സംസാരിച്ചത് വെച്ചിട്ട് നിങ്ങൾക്ക് ചില പേരുകൾ മാത്രം അറിയുണ്ടായിരിക്കും. BPVC 101 ഇതിന്റെയൊക്കെ സിഗ്നിഫിക്കൻസ് എന്താണ്, നമ്മൾ എന്തിനാണ് ഈ കോഡിനൊക്കെ ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, നമ്മുടെ കോഴ്സിൽ എത്ര ബ്ലോക്സ് പഠിക്കാനുണ്ട്, എത്ര യൂണിറ്റ്സ് നമുക്ക് കവർ ചെയ്യാനുണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഡീകോഡിംഗ് ദ കോഴ്സസ് എന്നുള്ള ആ ഒരു സെഷനിൽ നമ്മൾ കവർ ചെയ്യുന്നുണ്ടാവുക. അതുപോലെ തന്നെയുള്ള ലേൺ വൈസിലെ മെറ്റീരിയൽസ്, ഇപ്പോഴും നിങ്ങൾക്ക് ലേൺ വൈസിലുള്ള മെറ്റീരിയൽസ് എന്താണ്, അത് എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങളിൽ ചെറിയൊരു ക്ലാരിറ്റി കുറവുണ്ട്. നമ്മൾ ഈ ഒരു സെഷനോട് കൂടെ അതിന്റെ ക്ലാരിറ്റിയും കൂടെ നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോവാണ്. അതുപോലെ തന്നെ ടൈം ലൈനിനുള്ള ക്ലാരിറ്റി, അതായത് അസൈൻമെന്റ്, എക്സാംസ്, സ്റ്റഡി സ്ലോട്ട്, ഇതിനൊക്കെ അതത് സമയമുണ്ട്. ഓൾറെഡി നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ ഓൺബോർഡ് ചെയ്ത സമയത്ത് ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് എപ്പോഴാണ് എക്സാം എന്നുള്ളത്. പിന്നെ കഴിഞ്ഞ സെഷനിൽ നമ്മൾ അത് കവർ ചെയ്തിട്ടുള്ളതാണ്. അത് തന്നെ നമ്മൾ ഒന്ന് ബ്രഷപ്പ് ചെയ്തെടുക്കുന്നതും കൂടിയാണ് ടൈം ലൈൻ ക്ലാരിറ്റി എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സപ്പോർട്ട് സിസ്റ്റം, എപ്പാർട്ട് ഫ്രം ദ റെക്കോർഡഡ് വീഡിയോസ് ഓർ ദ മെന്റർ സപ്പോർട്ട്, നമുക്ക് എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആണ് ഇതിനകത്തുള്ളത് എന്നുള്ള കാര്യം കൂടിയായിരിക്കും അഡ്വാൻസ്ഡ് സപ്പോർട്ടിൽ നമ്മൾ ചെയ്യുന്നുണ്ടാവുക. ദെൻ ആസ് യൂഷ്വൽ നമ്മൾ ഒരു ആക്ഷൻ ടാസ്ക് തരുന്നുണ്ടാവും. നിങ്ങൾ ക്ലിയർ ആയിട്ട് വ്യൂ ചെയ്തിട്ട് എന്തൊക്കെയാണെന്നുള്ളത് ഈ മിഡ് നൈറ്റിനുള്ളിൽ നിങ്ങൾ അത് സോൾവ് ചെയ്തിട്ട് അല്ലെങ്കിൽ അത് ഫിൽ ചെയ്തിട്ട് അയച്ചു തരേണ്ടതാണ്. സോ ഇഗ്നോ സിലബസ്, ഇഗ്നോയുടെ സിലബസിന്റെ ഒരു 5 ലെയേഴ്സ് ആണ് ഇഗ്നോയുടെ സിലബസിനുള്ളത്. ആ 5 ലെയേഴ്സ് ആണ് ഇപ്പൊ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ലെയർ എന്ന് പറയുന്നത് പ്രോഗ്രാം ആണ്. എത്ര ഇയേഴ്സ് ആണ്, ചിലപ്പോൾ ചില പ്രോഗ്രാംസ് ഇയർ വൈസ് ആയിരിക്കും, ചില പ്രോഗ്രാംസ് സെമസ്റ്റർ വൈസ് ആയിരിക്കും. അങ്ങനെയുള്ള പല രീതിയിലായിരിക്കും പ്രോഗ്രാം സ്ട്രക്ചർ ചെയ്ത് വെച്ചിട്ടുണ്ടാവാം. ഓക്കെ, അപ്പൊ ഇഗ്നോയുടെ ഫസ്റ്റ് ലെയർ എന്ന് പറയുന്നത് തന്നെ എന്താണ്, പ്രോഗ്രാമിംഗ് ലെയർ ആണ്. സോ വെദർ ഇറ്റ് ഇസ് എ ഇയർ വൈസ് കോഴ്സ് ഓർ എ സെമസ്റ്റർ ബേസ്ഡ് കോഴ്സ്, നമ്മൾ ഇവിടെ എന്തിനാണ് ഫോക്കസ് കൊടുക്കാൻ പോകുന്നത്, ഫസ്റ്റ് ഇയറിന്റെ സിലബസ് ഡീകോഡിങ്ങിനാണ് നമ്മൾ ഫോക്കസ് കൊടുക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഡിസിപ്ലിൻഡ് കോഴ്സസിന് അല്ലെങ്കിൽ കമ്പൽസറി കോഴ്സസിനെ പറ്റിയിട്ടുള്ള ഒരു ഇലാബറേറ്റഡ് ഡിസ്കഷൻ ആയിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാവുക. നിങ്ങൾക്ക് ഇന്റർ ഡിസിപ്ലിനറി ആയിട്ടുള്ള സബ്ജക്ട്സ് ഉണ്ട് എന്ന് നമുക്കറിയാം, പക്ഷെ അതല്ല നമ്മൾ ഇവിടെ കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത്. നമ്മളിവിടെ കമ്പൽസറി ആയിട്ടുള്ള കോഴ്സസിനാണ് ഫോക്കസ് കൊടുക്കുന്നത്. വൈ സോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എടുത്തിരിക്കുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള കാറ്റഗറീസ് ആണ്. അപ്പൊ നമുക്ക് എല്ലാം കൂടെ നമ്മൾ പറയാന്ന് വെച്ചാൽ അതൊരു ലെങ്തിയർ പ്രോസസ് ആയിരിക്കും അല്ലെ. കമ്പൽസറി ആയിട്ടുള്ള കോഴ്സസിൽ എന്തൊക്കെയാ പഠിക്കാനുള്ളതെന്നായിരിക്കും നമ്മൾ പ്രോഗ്രാം എന്ന് പറയുന്നതിൽ നോക്കുന്നുണ്ടാവുക. പിന്നെ കോഴ്സസ് ബ്ലോക്സ് എന്ന് പറയുന്നത് എപ്പോഴും അതിനൊരു കോഴ്സ് ടൈറ്റിൽ ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു കോഴ്സ് കോഡ് ഉണ്ടാവും, പിന്നെ അതിന് ക്രെഡിറ്റ്സ് ഉണ്ടാവും. ഞാൻ പറഞ്ഞിരുന്നു 1 ക്രെഡിറ്റ് ഇസ് ഈക്വൽ ടു 30 സ്റ്റഡി അവേഴ്സ് ആണ്. ഓക്കെ, ഒരു സബ്ജക്റ്റിന്റെ വെയിറ്റേജിനെ, ഒരു സബ്ജക്റ്റിന്റെ ഇമ്പോർട്ടൻസിനെ പറഞ്ഞു കൊടുക്കുന്നതാണ് അതത് സബ്ജക്റ്റിന്റെ ക്രെഡിറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് 6 ക്രെഡിറ്റ്സ് പേപ്പർ ഉണ്ടാവാം, 2 ക്രെഡിറ്റ്സ് പേപ്പർ ഉണ്ടാവാം, 4 ക്രെഡിറ്റ്സ് പേപ്പർ ഉണ്ടാവാം. എന്താണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, അതനുസരിച്ചിട്ടായിരിക്കും നിങ്ങളുടെ ടോട്ടൽ മാർക്സ് ഇൻ TEE വരുന്നുണ്ടാവുക. അപ്പൊ 4 ക്രെഡിറ്റ്സ് പേപ്പർ 50 മാർക്സിലാണെന്നുണ്ടെങ്കിൽ 2 ക്രെഡിറ്റ്സ് പേപ്പർ 25 മാർക്സിലായിരിക്കും. ഓക്കെ, അങ്ങനെയായിരിക്കും അതിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി യൂണിറ്റ്സ്, നിങ്ങളുടെ SLM കാണുന്ന അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ കാണുന്ന യൂണിറ്റ്സിനെ നമ്മൾ ഇവിടെ ലേൺ വൈസിന്റെ നിങ്ങളുടെ റെക്കോർഡഡ് വീഡിയോസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ലെസൺസ് എന്നാണ് കാണാൻ പറ്റുന്നുണ്ടാവുക. അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും വെദർ ദിസ് ലെസൺസ് ആൻഡ് യൂണിറ്റ്സ് അത് സ്വാപ്പ് ചെയ്യാനായിട്ട് പറ്റുമോ. രണ്ടും സെയിം ആണ്. ഓക്കെ, നമ്മൾ യൂണിറ്റ് ടു യൂണിറ്റ് മാപ്പിംഗ് ചെയ്യുമ്പോഴത്തേനും അല്ലെങ്കിൽ ഒരു ഏരിയ മാപ്പിംഗ് ചെയ്യുമ്പോഴത്തേനും നമ്മൾ അതിന് ലെസൺ കൂടെ കൊടുക്കുക. നിങ്ങൾക്ക് നോർമലി നോക്കിയാൽ മനസ്സിലാവും ലെസൺ 1 ലെസൺ 2 ആ കൊടുത്തിട്ടുണ്ടാവുക, യൂണിറ്റ് 1 യൂണിറ്റ് 2 SLM അത് കൊടുത്തിട്ടുണ്ടാവും. ബട്ട് ഇതില് ലെസൺസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടാവുക. പിന്നെ അടുത്തത് അസസ്മെന്റ് ആണ്. എങ്ങനെയാണ് നിങ്ങൾക്ക് ഇതിൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റുന്നത്, അസൈൻമെന്റിലൂടെയും ടെർമിനൽ എൻഡ് എക്സാമിനേഷനിലൂടെയാണ് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റുന്നത്. വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അത് നിങ്ങളുടെ അതത് പ്രോഗ്രാം ഗൈഡിൽ കൊടുത്തിട്ടുണ്ട്. ചില പ്രോഗ്രാം ഗൈഡ്സ് ചില സമയത്ത് റിലീസ് ചെയ്യാനായിട്ട് ലേറ്റ് ആവാറുണ്ട്. ആഫ്റ്റർ ഓൾ ദ അഡ്മിഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യും ഇഗ്നോ നിങ്ങളുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള പ്രോഗ്രാം ഗൈഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അതിനകത്ത് എല്ലാം വളരെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും. അസൈൻമെന്റിന്റെ അസസ്മെന്റ് എങ്ങനെയായിരിക്കും, ടെർമിനൽ എൻഡ് എക്സാമിനേഷന്റെ അസസ്മെന്റ് എങ്ങനെയായിരിക്കും എന്നുള്ള ക്ലിയർ ഐഡിയ അതിനകത്ത് പോർട്രേ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഇപ്പൊ ക്യുക്ക് പൾസ് ആയിട്ട് നമുക്ക് നോക്കാം. പ്രോഗ്രാം 1 ഫസ്റ്റ് ഇയർ കോഴ്സിൽ നമ്മുടെ പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരു ഇയർ വൈസ് കോഴ്സ് ആണ്. അപ്പൊ ഇയർ വൈസ് കോഴ്സിൽ ഫസ്റ്റ് ഇയറിൽ നമുക്ക് എന്തൊക്കെയാണ് നോക്കാനുള്ളത് നമുക്ക് ക്യുക്ക് ആയിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം.
ഓക്കെ. ഇനി BSc ഫുഡ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു ബിഗ് പിക്ചറിൽ നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ബിഗ് പിക്ചർ ഇൻ ദ സെൻസ് ഒരു വൈഡർ ആസ്പെക്റ്റിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു 4-year പ്രോഗ്രാം ആണ്. ദിസ് 4 എന്ന് പറയുന്നത് ഒരു ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന്റെ സിലബസ് റിലീസ് ചെയ്യുന്നേ ഉണ്ടാവുള്ളൂ നമ്മുടെ ഇഗ്നോ. അതുപോലെ തന്നെ 4th ഇയറിലേക്ക് നമുക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ ഒരു പെർട്ടിക്കുലർ ലെവൽ ഓഫ് മാർക്സ് നിങ്ങൾ അതിൽ സ്കോർ ചെയ്യണം. നോർമലി 3 years കഴിയുമ്പോൾ നമുക്കൊരു എക്സിറ്റ് ഓപ്ഷൻ ഉണ്ട്. ഡിഗ്രി കോഴ്സസിന് മിക്കതിനും 4-year UG പ്രോഗ്രാമിന് അണ്ടറിൽ വരുന്ന മിക്ക കോഴ്സസിനും ഈ ഒരു എക്സിറ്റ് ഓപ്ഷൻ ഉള്ളതാണ്. അപ്പൊ അതുകൊണ്ട് 3 years കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരു ഡിഗ്രി ഹോൾഡർ ആയിട്ട് നിങ്ങൾക്ക് പുറത്തോട്ട് ഇറങ്ങാം. ഫസ്റ്റ് ഇയറിലെ ഫൗണ്ടേഷൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് കുറെ കോഴ്സസ് ഇപ്പൊ കണ്ടിട്ടുണ്ടാവില്ലേ? ഏതൊരു കോഴ്സാണ് നിങ്ങളെ ഭയങ്കര എക്സൈറ്റ് ചെയ്യിച്ചിരിക്കുന്നത് ഈ ഒരു ഇതില്? അതൊന്ന് ചാറ്റ് ബോക്സിൽ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യോ? അതായത് നിങ്ങൾ പല കോഴ്സസ് നോക്കുന്നുണ്ട് അല്ലെ, ഇന്റർ ഡിസിപ്ലിനറി, വൊക്കേഷണൽ, മൈനർ. അപ്പൊ നിങ്ങൾക്ക് തോന്നും ഞാൻ എന്തിനാണ് ഫുഡ് സേഫ്റ്റി എടുത്തിട്ട് ഡിസാസ്റ്റർ ഒക്കെ പഠിക്കുന്നത്, അല്ലെങ്കിൽ ഇന്ത്യൻ സൊസൈറ്റി ഞാൻ എന്തിനാണ് പഠിക്കുന്നത്? അങ്ങനെ നിങ്ങൾക്ക് ഒരു വണ്ടറിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കോഴ്സ് എന്താണെന്നുള്ളത് ഒന്ന് നിങ്ങൾ ചാറ്റ് ബോക്സിൽ റെസ്പോണ്ട് ചെയ്യണേ. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുള്ള കോഴ്സസ്, നിങ്ങളിപ്പോ കോഴ്സ് സെലക്ഷൻ ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവില്ലേ? എന്റെ പിള്ളേരെല്ലാം അഡ്മിഷന്റെ പ്രൊസീജിയേഴ്സും ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതെന്താണെന്നുള്ളതൊന്ന് നോക്കിയിട്ട് പറയണേ. സോ ചാറ്റ് ബോക്സിൽ ഓക്കെ, ലോജിസ്റ്റിക്സ് ആണ്. എന്തിനാണ് നമ്മൾ ലോജിസ്റ്റിക്സ് പഠിക്കുന്നത് അല്ലെ? ഹനാന്റെ ഒരു ഡൗട്ടാണ്, വൈ നമ്മൾ എന്തിനാണ് ലോജിസ്റ്റിക്സ് ഒക്കെ പഠിക്കുന്നത്? അതിൽ ഇതുമായിട്ട് എന്താണ് ഇമ്പോർട്ടൻസ് എന്നുള്ളത്. ഓക്കെ, സൈക്കോളജി. ഓക്കെ, സൈക്കോളജി ഷംന പറയുന്നു സൈക്കോളജി ആണെന്ന് പറയുന്നുണ്ട്. കാരണം ഫുഡ് സേഫ്റ്റിയുമായിട്ട് ഫുഡിന്റെ സൈക്കോളജി നമുക്ക് പഠിക്കാനുണ്ടോ അല്ലെ? അങ്ങനെ ഓക്കെ, ഫൈൻ ഫൈൻ. നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് മാപ്പിംഗിലേക്ക് കടക്കാം. ഓക്കെ, ഓണ്ടർപ്രണർഷിപ്പ് എന്ന് ജബ പറഞ്ഞിട്ടുണ്ട്. ഓണ്ടർപ്രണർഷിപ്പ് നമ്മൾ എന്തിനാണ് ഇവിടെ പഠിക്കുന്നത് എന്നുള്ളത് നോക്കുന്നുണ്ട്. ഓക്കെ, ഫൈൻ ഫൈൻ. ശരി, സിലബസ് മാപ്പിംഗിലേക്ക് നമുക്ക് കടക്കാം. BSc ഫുഡ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി മാനേജ്മെന്റിന്റെ ഫസ്റ്റ് ഇയറിന്റെ സിലബസ് ആണിത്. ഓക്കെ, ഫസ്റ്റ് ഇയറിന്റെ സിലബസിൽ നമ്മൾ നോക്കുമ്പോഴത്തേനും നിങ്ങളുടെ ഡിസിപ്ലിൻഡ് കോഴ്സ് ആയിട്ടുള്ള BPVC 101 and 102 എന്ന് പറയുന്നത് എന്താണ്? ഫുഡ് സയൻസ് ആൻഡ് ഫുഡ് സേഫ്റ്റി, ഫുഡ് കെമിസ്ട്രി ആൻഡ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾ ഡിസിപ്ലിൻഡ് കോഴ്സാണ്. അതായത് നിങ്ങൾ എടുത്ത സബ്ജക്റ്റിൽ തന്നെ വരുന്ന ഒരു ടോപ്പിക് ആണിത്. ഇത് ഫുള്ളി അവൈലബിൾ ആണ് നമ്മുടെ ഇവിടെ. റെക്കോർഡഡ് വീഡിയോസും എല്ലാം നമുക്ക് ഫുള്ളി അവൈലബിൾ ആണ്. ഇതിന്റെ 6 credits ആണുള്ളത്. തന്നെ അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്തുകൊണ്ട് 6 credits? വൈ? ബിക്കോസ് ഇതാണ് നിങ്ങളുടെ ഡിസിപ്ലിനിൽ നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുള്ള ഒരു മേജർ ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. പിന്നെ അടുത്ത 2 എന്ന് പറയുന്നത് ഇന്ത്യൻ സൊസൈറ്റി ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആണ്. ഇത് നമ്മുടെ ഇന്റർ ഡിസിപ്ലിനറി എന്ന് പറയുന്ന ഒരു സെഷനിൽ വരുന്നതാണ്. ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും നിങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ടാവുക. അതുപോലെ വരുന്നതാണ് റൈറ്റിംഗ് ആൻഡ് സ്റ്റഡി സ്കിൽസ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ഓണ്ടർപ്രണർഷിപ്പ്, പേഴ്സണൽ സെല്ലിംഗ് ആൻഡ് സെയിൽസ്മാൻഷിപ്പ് എന്നൊക്കെ പറയുന്നത്. ഇത് നമ്മുടെ വൊക്കേഷണൽ മൈനർ, അതുപോലെ തന്നെ സ്കിൽ എൻഹാൻസ്മെന്റിൽ വരുന്നതാണ്. അതിനൊക്കെ 4 credits വെച്ചിട്ടാണ് വരുന്നത്. പക്ഷെ ഈ ഡിസാസ്റ്ററിനും ഇന്ത്യൻ സൊസൈറ്റിക്കും 6 credits ഉണ്ട്. അപ്പൊ ഈക്വലി, അപ്പൊ നമ്മുടെ ഈ ഫുഡ് സയൻസ് ആൻഡ് ഫുഡ് സേഫ്റ്റി എന്ന് പറയുന്ന പേപ്പറിന്റെ മാർക്കും, അതായത് ഓവറോൾ മാർക്കും ഇതും ഏറെക്കുറെ കമ്പാരിറ്റീവ്ലി സെയിം ആയിരിക്കും. പിന്നെ വാല്യൂ എഡ്യൂക്കേഷൻ എൻവയോൺമെന്റൽ സ്റ്റഡീസ് എന്ന് പറയുന്നത് ഏറെക്കുറെ ഒരു കമ്പൽസറി കോഴ്സ് പോലെ വരുന്നതാണ്. അതായത് എന്താ പറയാ, വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള സിറ്റിസണിനെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ വാല്യൂ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ എൻവയോൺമെന്റൽ സ്റ്റഡീസ് ഒക്കെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഇഗ്നോ. അതായത് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. നിങ്ങളുടെ സ്വന്തം എൻവയോൺമെന്റിനെ അറിയാതെ നിങ്ങൾ എന്ത് ചെയ്തിട്ട് എന്താ കാര്യം അല്ലെ? അതുപോലെ തന്നെ നമുക്ക് സ്വന്തമായിട്ട് ഒരു വാല്യൂ ഉള്ള ഒരു സിറ്റിസൺ ആയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പഠിച്ചൊക്കെ വെറുതെ പോകും. സോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഇതിൽ ബാക്കി കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് ബിസിനസ് അല്ലെങ്കിൽ ഓണ്ടർപ്രണർഷിപ്പ്, പേഴ്സണൽ സെല്ലിംഗ്സ് ആൻഡ് സെയിൽസ്മാൻഷിപ്പ് എന്നൊക്കെ പറയുന്ന ഇതിൽ ഏതെങ്കിലും കോഴ്സസ് ഒക്കെ നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടാവും നിങ്ങളുടെ അഡ്മിഷൻ പ്രൊസീജിയറിന്റെ സമയത്ത്. ഈ കോഴ്സസ് എന്നൊക്കെ പറയുന്നത് എക്സ്ട്രാ ഒരു ആഡ് ഓൺ ആണ്. നിങ്ങൾ എക്സ്ട്രാ ആയിട്ട് നമ്മൾ ടാലി, സാപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ കോഴ്സസ് പഠിക്കുന്നത്. സ്കില്ല് നിങ്ങളുടെ കോഴ്സിൽ തന്നെ നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കോഴ്സസ് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതെല്ലാം ഫുള്ളി നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ബാക്കി സർപ്ലസ് ആയിട്ട് വരുന്ന കുറച്ച് എന്താ പറയാ ടോപ്പിക്സ് ആണ്. അതായത് ഒരുപാട് സ്റ്റുഡൻസ് ഒന്നും ചൂസ് ചെയ്യുന്നില്ല, എന്നാൽ സ്റ്റുഡൻസ് ചൂസ് ചെയ്യുന്നുണ്ട്. ടോപ്പിക്സ് ആണ് ഡിസേബിലിറ്റി ആൻഡ് സൊസൈറ്റി കൾച്ചർ, ഡാറ്റ അനാലിസിസ്, ലൈഫ് സ്കിൽസ്, ലബോറട്ടറി മാനേജ്മെന്റ് സ്കിൽസ്, media and communication skills, general psychology, understanding Ambedkar and applied ethics എന്ന് പറയുന്നത് വേരിയഡ് ആയിട്ടുള്ള ക്രെഡിറ്റ്സ് ആണ്. നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ എന്താ പറയാ
ലബോറട്ടറി ആൻഡ് മാനേജ്മെന്റ് സ്കിൽസ് വരെയുള്ളതിന് 4 ക്രെഡിറ്റ്സ് ആണ്, ബാക്കി 6 ക്രെഡിറ്റ്സ് പേപ്പർ ആണ്. ഇതൊക്കെ മെറ്റീരിയൽ സപ്പോർട്ടേ ഉള്ളൂ. എന്താ മെറ്റീരിയൽ സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ഈ HBSLM ESG തുടങ്ങിയ എല്ലാ സപ്പോർട്ട് ഉണ്ടാവും വിത്ത് അസൈൻമെന്റ്. പക്ഷെ റെക്കോർഡഡ് വീഡിയോസോ ലൈവ് സെഷൻസോ ഒന്നും ഈ ഒരു സെഷനിൽ നിങ്ങൾക്ക് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഈ ഒരു പേപ്പർ എടുത്തവർക്ക് ഉണ്ടാവില്ല എന്നുള്ളതാണ്. മറ്റേ പേപ്പേഴ്സിന് എല്ലാത്തിനും നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, ഇനി സിലബസിനെ നമുക്ക് ഡീപ്പായിട്ട് തന്നെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നിങ്ങളുടെ ഫസ്റ്റ് ഇയറിന്റെ സിലബസിൽ ഫസ്റ്റ് സെമിസ്റ്ററിൽ നിങ്ങൾക്ക് ഡിസിപ്ലിൻഡ് കോഴ്സ് ആയിട്ട് പഠിക്കാനുള്ളത് ഏതാണ്? BPVC 101. നമ്മൾ നേരത്തെ പറഞ്ഞ ഫുഡ് സയൻസ് ആൻഡ് ഫുഡ് കെമിസ്ട്രി എന്ന് പറയുന്ന അതാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. പിന്നെ മൈനർ ആയിട്ട് 2 പേപ്പേഴ്സ് ഉണ്ട്. ഈ പേപ്പറിന്റെ ഒക്കെ കോഡാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് എവിടുന്നാ കിട്ടുന്നുണ്ടാവുക? തൊട്ടപ്പുറത്തുള്ള സിലബസ് ഡീകോഡിംഗിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ കോഡ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായ ഒരു പേപ്പറിന്റെ കോഡിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത്. ആ പേപ്പറിന്റെ കോഡാണ് ആ പേപ്പറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് നിർത്തുന്നത്. ഓക്കെ, അങ്ങനെയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പൊ മൈനറിൽ ഏതെങ്കിലും എനി വൺ നിങ്ങൾക്ക് ചൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. BCOC അല്ലെങ്കിൽ അതുപോലെ തന്നെ BCOS എന്ന് പറയുന്ന 2 പേപ്പേഴ്സിൽ നിന്ന് ഒന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാനുണ്ട്. ഇന്റർ ഡിസിപ്ലിനറിയിൽ നിങ്ങൾക്ക് 4 ചോയ്സസ് വരുന്നുണ്ട്. അതിൽ ഏതെങ്കിലും ഒന്ന് 4 ക്രെഡിറ്റ്സ് ആണ് ഈച്ച് വരുന്നത്. അതിൽ ഒന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാനുണ്ട്. പിന്നെ കോമൺ കോഴ്സ് ആയിട്ടുള്ള BPY1 101 എന്ന് പറയുന്നത് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. അങ്ങനെ ഫസ്റ്റ് സെമ്മിൽ ഇത്രയും കോഴ്സസ് നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ടോട്ടലി കിട്ടുന്ന ക്രെഡിറ്റ്സ് എന്താണ്? 20 ക്രെഡിറ്റ്സ് ആണ്. അതായത് ഇത്രയും പേപ്പർ നിങ്ങൾ പാസ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സെം കംപ്ലീറ്റഡ് ആണ് എന്നാണ് അതിന്റെ അർത്ഥം. ഇനി സെക്കൻഡ് സെമ്മിലേക്ക് വരുമ്പോൾ എന്താണ്? വീണ്ടും ഡിസിപ്ലിൻഡ് കോഴ്സിൽ നിങ്ങൾ സെപ്പറേറ്റ് നിങ്ങളുടെ സ്വന്തം ഡിസിപ്ലിനിന് നിങ്ങളുടെ സ്വന്തം പേപ്പർ നിങ്ങൾ പഠിക്കുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ മൈനർ 2 പേപ്പേഴ്സ് വരുന്നുണ്ട്. ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്താൽ മതി. അതുപോലെ തന്നെ എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സ്, ലാംഗ്വേജ് കോഴ്സ് എന്ന് പറയുന്നതിൽ BEAVE 101 എന്ന് പറയുന്ന പേപ്പർ പഠിക്കുന്നുണ്ട്. ഇന്റർ ഡിസിപ്ലിനറിയിൽ ഇവിടെ ഒന്നും വരുന്നില്ല. പിന്നെ നമുക്ക് കോമൺ എഡ്യൂക്കേഷൻ ആയിട്ടുള്ള കോഴ്സ് വരുന്നത് വീണ്ടും 20 ക്രെഡിറ്റ്സ് ആണ്. അങ്ങനെ ഫസ്റ്റ് ഇയർ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേനും 40+4 അങ്ങനെയുള്ള ക്രെഡിറ്റ്സ് ആയിരിക്കും നിങ്ങൾ എന്താ പറയാ, +4 ചിലപ്പോൾ എക്സ്ട്രാ വരുന്ന ഒരു ക്രെഡിറ്റും കൂടിയാണ്. അതും കൂടി ആയിരിക്കും നിങ്ങൾ സ്കോർ ചെയ്യുന്നുണ്ടാവുക. അതായത് ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്യുന്നതോടുകൂടെ ഇത്രയും ആയിരിക്കും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. ഈ 40 ക്രെഡിറ്റ്സ് കംപ്ലീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾ ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്തു എന്ന് പറയാൻ പറ്റുള്ളൂ. നിങ്ങൾ 1-2 പേപ്പർ എഴുതി അല്ലെങ്കിൽ ഇത്ര പേപ്പർ പാസ്സായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്തു എന്നല്ല അർത്ഥം. എന്താണ് അതിന്റെ അർത്ഥം? നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേപ്പേഴ്സ് നിങ്ങൾ സെലക്ട് ചെയ്തു, ബട്ട് യു ഹാവൻ കംപ്ലീറ്റഡ് യുവർ ഫസ്റ്റ് ഇയർ അൺലെസ് ആൻഡ് അൺടിൽ നിങ്ങൾ ഈ പറഞ്ഞ ഇത്രയും പേപ്പേഴ്സ് നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യാതെ നിങ്ങൾ ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്യില്ല. അങ്ങനെ ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്ത് ഇറങ്ങുന്ന ഒരു സ്റ്റുഡന്റിന്, അങ്ങനെ എക്സ്ട്രാ ഇറങ്ങുന്ന ഒരു സ്റ്റുഡന്റിന് എന്താണ്? UG സർട്ടിഫിക്കറ്റ്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ കിട്ടുക? UG സർട്ടിഫിക്കറ്റ് ആണ് കിട്ടുക. ഫസ്റ്റ് ഇയർ എക്സിറ്റ് ചെയ്ത് നമ്മൾ പുറത്തോട്ട് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ. ഇനി സെക്കൻഡ് ഇയർ അടുത്ത പ്രോഗ്രാം സ്ട്രക്ചർ വരുമ്പോഴത്തേക്കും നമുക്ക് തേർഡ് സെമ്മിൽ വരുന്നത് BPVC 103 ആൻഡ് ഫോർത്ത് സെമ്മിൽ വരുന്നത് BPVC 105. അപ്പൊ നമുക്ക് 2 പേപ്പേഴ്സ് ആവുകയാണ്. ഓക്കെ, ഫസ്റ്റ് ഇയർ നമ്മുടെ സ്വന്തം ഡിസിപ്ലിനിൽ ഒറ്റ പേപ്പേഴ്സ് ആണ് നമ്മൾ പഠിച്ചെങ്കിൽ സെക്കൻഡ് സെമസ്റ്ററിലേക്ക് അല്ലെങ്കിൽ സെക്കൻഡ് ഇയറിലേക്ക് വരുമ്പോഴത്തേക്കും, സെമസ്റ്റർ അല്ല തേർഡ് സെമസ്റ്റർ അല്ലെങ്കിൽ സെക്കൻഡ് ഇയറിലേക്ക് വരുമ്പോഴത്തേനും നിങ്ങൾ 2 പേപ്പേഴ്സ് ആണ് പഠിക്കുന്നത്. അപ്പൊ എന്താണ്? സ്വന്തം നമ്മുടെ ഡിസിപ്ലിനിൽ ഇമ്പോർട്ടൻസ് കൂടി വന്നു. ഓക്കെ, അപ്പൊ 2 പേപ്പേഴ്സ് വെച്ചിട്ട് പഠിക്കാണ്. മൈനർ ആയിട്ടുള്ള ഒരു പേപ്പർ പഠിക്കാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആ സെക്ഷനിൽ വരുന്നത് നമ്മുടെ ഇന്റർ ഡിസിപ്ലിനറി അല്ലെങ്കിൽ സ്കിൽ എൻഹാൻസ്മെന്റിൽ അതിലൊരു പേപ്പർ പഠിക്കാനുണ്ട്. വീണ്ടും 20 ക്രെഡിറ്റ്സ് ആണ്. തേർഡ് സെം കംപ്ലീറ്റ് ചെയ്യുമ്പോഴും ഫോർത്ത് സെം കംപ്ലീറ്റ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് എന്താണ്? 20 ഈച്ച് വെച്ചിട്ടാണ് കിട്ടുന്നത്. അങ്ങനെ നിങ്ങൾ എന്താണ് ഈ നേരത്തെ 40 പ്ലസ് ഈ ഒരു 40 കൂടെ കവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 2 ഇയേഴ്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യും. ഇത്രയും കോഴ്സസ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 2 ഇയേഴ്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് എത്ര ക്രെഡിറ്റ്സ് ആ കിട്ടുന്നത്? 60 പ്ലസ് വൊക്കേഷണലിന്റെ ആ 4 ക്രെഡിറ്റ്സ് എക്സ്ട്രാ വരുന്നത്. അങ്ങനെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ, എക്സിറ്റ് ഓപ്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് UG ഡിപ്ലോമ ഇൻ ഫുഡ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു സെഷൻ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക. മൂവിംഗ് ഓൺ ടു ദ തേർഡ് ഇയർ വിച്ച് ഇസ് ദ 5th സെമസ്റ്റർ ആൻഡ് ദ 6th സെമസ്റ്റർ. അവിടെ വരുമ്പോഴും 2 പേപ്പേഴ്സ് വെച്ചിട്ടാണ് 107, 108, 109, 110 ഇങ്ങനെ പറയുന്ന പേപ്പേഴ്സ് ആയിരിക്കും നിങ്ങൾ പഠിക്കുന്നുണ്ടാവുക.
എഗെയിൻ മൈനർ ആയിട്ടുള്ള 2 പേപ്പേഴ്സ് ആണ് വരുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നിങ്ങളുടെ സ്വന്തം ഡിസിപ്ലിനിലുള്ളത് നിങ്ങൾക്ക് 6 ക്രെഡിറ്റ്സ് പേപ്പർ ആണ്. 6 ക്രെഡിറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? അത്രയും ഇമ്പോർട്ടന്റ് ആണ് അല്ലെ പേപ്പർ. അതാണ് അതിനകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്നത്. സോ മൈനർ കോഴ്സസ് ആയിട്ടുള്ള മൈനർ 5 ആൻഡ് മൈനർ 6 അതൊരു ലിസ്റ്റ് ഉണ്ട്, ലോങ് ലിസ്റ്റ് ഉണ്ട് നമുക്ക് ഈ പ്രോഗ്രാം സ്ട്രക്ചറിനകത്ത് വരുന്നത്. അപ്പൊ ആ ഒരു ഇത് കൂടെ കംപ്ലീറ്റ് ചെയ്ത് പിന്നെ ഒരു പേപ്പറും കൂടെ പഠിച്ച് പിന്നെ ഇന്റേൺഷിപ്പ് അല്ലെങ്കിൽ ഒരു കോഴ്സ് നിങ്ങൾ പഠിച്ച് അവിടുന്ന് കൂടെ 4 ക്രെഡിറ്റ്സ് നിങ്ങൾ അക്യുമുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ 2020 നിങ്ങൾ സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലാസ്റ്റ് കിട്ടുന്നത് 120 ക്രെഡിറ്റ്സ് ആണ്. സോ നിങ്ങളുടെ ഈ ഡിഗ്രി, അതായത് BSc ഫുഡ് സേഫ്റ്റി ഇൻ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്ന ഈ ഡിഗ്രി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേനും നിങ്ങൾ സ്കോർ ചെയ്യേണ്ട ക്രെഡിറ്റ്സിന്റെ നമ്പർ എത്രയാണ്? 120 ക്രെഡിറ്റ്സ് ആണ് നിങ്ങൾ സ്കോർ ചെയ്യേണ്ടത്. അങ്ങനെ നിങ്ങൾ സ്കോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു എക്സിറ്റ് ഓപ്ഷൻ ഉണ്ട്. അത് പൊതുവെ എല്ലാവരും ചൂസ് ചെയ്യുന്ന ഒരു എക്സിറ്റ് ഓപ്ഷൻ ആണ്. ആ എക്സിറ്റ് ഓപ്ഷൻ എക്സ്ട്രാ നമ്മൾ വൊക്കേഷണൽ കോഴ്സും കൂടെ പഠിച്ചു വരാണെന്നുണ്ടെങ്കിൽ യു വിൽ ബി ഹാവിംഗ് അ ഡിഗ്രി വിത്ത് മേജർ ആസ് ഫുഡ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി മാനേജ്മെന്റ്. ഫുഡ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി മാനേജ്മെന്റിൽ ഒരു മേജർ ഡിഗ്രി ആയിരിക്കും നിങ്ങൾ സ്കോർ ചെയ്യുന്നുണ്ടാവുക. അതായത് ഇത്രയും പഠിച്ചു വരുമ്പോഴത്തേക്കും നിങ്ങൾ ആരായി? നിങ്ങൾ ഒരു BSc ഫുഡ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി മാനേജ്മെന്റ് സ്കോർ ചെയ്യുന്ന അല്ലെങ്കിൽ ഇത് കൈവശമുള്ള ഒരു ഡിഗ്രിക്കാരൻ അല്ലെങ്കിൽ ഡിഗ്രിക്കാരിയായി. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേനും നമ്മുടെ ഇത് കംപ്ലീറ്റ് ആവുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ സബ്ജക്ട് പേപ്പേഴ്സിലേക്ക് കിടക്കാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ സബ്ജക്ട് പേപ്പേഴ്സ് ആണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെന്നുള്ളത്. സബ്ജക്ട് പേപ്പേഴ്സ് BPVC 101 ഫുഡ് സയൻസ് ആൻഡ് ഫുഡ് സേഫ്റ്റി എന്ന് പറയുന്ന പേപ്പറിനകത്ത് എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്? 5 ബ്ലോക്സ് ആണ്. ഓക്കെ, 5 ബ്ലോക്സ് ആണുള്ളത്. 5 ബ്ലോക്കിൽ ആദ്യത്തെ ബ്ലോക്ക് എന്ന് പറയുന്നത് ഫുഡ് ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഫുഡ് സ്ട്രക്ചറിനെ പറ്റിയിട്ടായിരിക്കും അതിൽ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ടാവുക. നിങ്ങളെല്ലാം ഫുഡ് സേഫ്റ്റി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ഈ പേപ്പർ ഒരു ബാലികേറാമലയൊന്നുമല്ല. ദിസ് ഇസ് എ വെരി സിമ്പിൾ പേപ്പർ ദാറ്റ് യു ക്യാൻ സ്റ്റഡി ഓൺ യുവർ ഓൺ ഇറ്റ്സെൽഫ്. എന്ത് ചെയ്യണം നിങ്ങൾ? അതിന് എന്താ പറയാ, നിങ്ങൾ കുറച്ചും കൂടെ എഫേർട്ട് ഇട്ട് പഠിക്കണം. ഓക്കെ, അപ്പൊ ബ്ലോക്ക് 1 നമ്മൾ ഫുഡ് ഫണ്ടമെന്റൽസ് എന്ന് പറയുന്ന പേപ്പർ ആയിരിക്കും കവർ ചെയ്യുന്നുണ്ടാവുക. ഇനി ഫുഡ് ഫണ്ടമെന്റൽസിനെ പറ്റിയിട്ട് എല്ലാം അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ഒരു ലാണാണ് ബ്ലോക്ക് 2 എന്തായിരിക്കും? ഫുഡ് അസിമിലേഷൻ ആൻഡ് ഡിസോർഡർ. ഫുഡ് നമ്മൾ കൺസ്യൂം ചെയ്യും, അതുവഴി നമുക്ക് വരുന്ന കുറെ ഡിസോർഡേഴ്സ്. ഇപ്പൊ ഫുഡ് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അല്ലെ? ഫുഡ് റിലേറ്റഡ് ആയിട്ട് വരുന്ന നമ്മുടെ ഈ മറ്റേ എന്താ പറയാ ഫുഡ് പോയ്സണിങ് എന്നൊക്കെ പറയുന്ന ചിലപ്പോ അഡൽട്രേഷൻ കാരണമായിരിക്കും. ചില ഫുഡ് കഴിക്കുമ്പോൾ മാത്രം, ചില സ്ഥലത്തുനിന്ന് ഫുഡ് കഴിക്കുമ്പോൾ മാത്രം വരുന്ന അത് എന്തൊക്കെ ഡിസോർഡേഴ്സ് ആണ്, അത് എങ്ങനെയാണ് നിങ്ങൾ ടാക്കിൾ ചെയ്യാൻ പോകുന്നത്? കാരണം നിങ്ങൾ ക്വാളിറ്റി മാനേജേഴ്സും കൂടിയാണ്. ഓക്കെ, ക്വാളിറ്റി മാനേജ് ടു മെയിൻറ്റെയിൻ ദ ക്വാളിറ്റി ഓഫ് ദ ഫുഡ് ദാറ്റ് യു ആർ ഗിവിംഗ് അവേ. ഓക്കെ, അതാണ് ഫുഡ് അസിമിലേഷൻ അല്ലെങ്കിൽ ഡിസോർഡേഴ്സ് എന്ന് പറയുന്നതിൽ നോക്കുന്നുണ്ടാവുക. പിന്നെ ഫുഡ് ന്യൂട്രീഷൻ ആൻഡ് ക്വാളിറ്റി. ഓക്കെ, ഒരു ഫുഡ് നമ്മൾ കഴിക്കുമ്പോൾ അത് എത്രത്തോളം ന്യൂട്രീഷ്യസ് ആണ്, അതിന് എത്രത്തോളം ക്വാളിറ്റി ഉണ്ട് എന്നുള്ളത് അതിനെ പറ്റിയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ആയിരിക്കും ബ്ലോക്ക് 3 നോക്കുന്നുണ്ടാവുക. ദെൻ ദി ഫണ്ടമെന്റൽസ് ഓഫ് ഫുഡ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി മാനേജ്മെന്റ്. ഫുഡ് സേഫ്റ്റിക്ക് ഫണ്ടമെന്റൽ ആയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ ബ്ലോക്ക് 5 എന്ന് പറയുന്നത് ആക്ടിവിറ്റി മാനുവൽസ് ആണ്. ഇത്രയും പഠിച്ചില്ലേ, അപ്പൊ നിങ്ങൾ കുറച്ച് ആക്ടിവിറ്റീസ് ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലെ? നിങ്ങൾക്ക് ലാബും കാര്യങ്ങളൊക്കെ വരുന്നില്ലേ? അതനുസരിച്ചിട്ടുള്ള ആക്ടിവിറ്റി മാനുവൽ ആയിരിക്കും ബ്ലോക്ക് 5 ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. സോ ബ്ലോക്ക് 1 യൂണിറ്റ് 1 എന്ന് പറയുന്നത് എന്താണ്? ഫുഡ് ആൻഡ് ഹ്യൂമൻ ഹെൽത്ത്. ഹ്യൂമന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് എന്താണ്? നല്ല ഭക്ഷണം കഴിക്കുക, അത് നല്ല രീതിക്ക് ജീവിക്കാൻ പറ്റുക എന്നുള്ളത്. അപ്പൊ ഫുഡ് ആൻഡ് ഹ്യൂമൻ ഹെൽത്ത് എന്ന് പറയുന്നതാണ് നിങ്ങളുടെ യൂണിറ്റ് 1. അവിടെ നിന്ന് ഫുഡിന്റെ കോൺസ്റ്റിറ്റ്യുവൻസും അതിന്റെ പ്രോപ്പർട്ടീസും പഠിച്ച് പിന്നെ കോമൺ ആയിട്ടുള്ള ഫുഡ് ഗ്രൂപ്പ്സിലേക്ക് നമുക്ക് കിടക്കും. നമുക്ക് കുറെ ഫുഡ് ഗ്രൂപ്പ്സ് ഉണ്ട്. ഇപ്പം നിങ്ങളിപ്പോ ഒരു ഷെഫ് അല്ലെങ്കിൽ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ നിങ്ങൾ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാ സാധനങ്ങളെയും നമ്മൾ സ്നാക്സ് ആയിട്ടോ അല്ലെങ്കിൽ എല്ലാ സാധനങ്ങളെയും നമ്മൾ ഫുഡായിട്ടോ അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ളൊരു ഗ്രൂപ്പിലേക്ക് ആയിരിക്കില്ല പറയുന്നുണ്ടാവുക. ചിലതിനെ നമ്മൾ ബേക്കറീസ് എന്ന് പറയും, ചിലതിനെ നമ്മൾ സ്നാക്സ് എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ കാറ്റഗറി. ഫ്രിസ്റ്റേഴ്സ് ഒക്കെ വരുന്നത്, ബനാന ഫ്രിസ്റ്റേഴ്സ്, പഴംപൊരി എന്നൊക്കെ പറയുന്നില്ലേ, ബനാന ഫ്രിസ്റ്റേഴ്സ്, അതിനൊക്കെ ഓരോരോ കാറ്റഗറീസ് ഉണ്ട്. റൈസ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരു പ്രത്യേക തരം കാറ്റഗറി ഉണ്ട്. അങ്ങനെ ഓരോ കാറ്റഗറി കോമൺ ഗ്രൂപ്പ്സ് എന്തൊക്കെയാണ് ഫുഡ് ഗ്രൂപ്പ്സ് ഉള്ളത് എന്നുള്ളതും ബേസിക് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അതായത് അതർ ഫുഡ്സ്, ഇതിലൊന്നും ബന്ധപ്പെടാത്ത ഫുഡ് ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളതാണ് യൂണിറ്റ് 4 വരെ നിങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക ബ്ലോക്ക് 1 ഫുഡ് ഫണ്ടമെന്റൽസിൽ. ഇനി ബ്ലോക്ക് 2 ഫുഡ് അസിമിലേഷൻ ആൻഡ് ഡിസോർഡേഴ്സ് എന്ന് പറയുന്നതിലേക്ക് വരുമ്പോഴത്തേനും ഫുഡ് ഡൈജഷൻ ആൻഡ് അസിമിലേഷൻ. ഒരു മനുഷ്യന് ഫുഡ് നമ്മൾ കഴിച്ചു കഴിയുമ്പോഴത്തേനും എങ്ങനെ ഡൈജസ്റ്റ് ചെയ്യാവുന്ന ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണ്, ഡൈജസ്റ്റബിൾ ആയിട്ട് വരുമ്പോൾ നമ്മൾ ആ ഫുഡിൽ ആഡ് ചെയ്യേണ്ട എലമെന്റ്സ് എന്തൊക്കെയാണ്, കണ്ടാമിനൻസ് എന്തൊക്കെയാണെന്നാണ്.
ാണ് നമ്മൾ യൂണിറ്റ് 5 ആൻഡ് 6 കവർ ചെയ്യുന്നുണ്ടാവുക. ആന്റി ന്യൂട്രീഷണൽ ഫാക്ടേഴ്സ്, ടോക്സിൻസ്, കെമിക്കൽ കണ്ടാമിനൻസ്. ഓക്കെ, അജിനോമോട്ടോ തുടങ്ങിയ പല ടൈപ്പ് ഓഫ് കളറിംഗ് ഏജൻസി. ഇപ്പൊ നമ്മൾ മാഗി ക്യൂബ്സ് ഒക്കെ യൂസ് ചെയ്യില്ലേ മന്തിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത്, അങ്ങനെയുള്ള ഇത് യൂസ് ചെയ്യാൻ പാടുമോ? ഫുഡ് അഡൾട്രേഷൻ എന്താണ്? ഫുഡ് അഡൾട്രേഷൻ എന്ന് പറയുന്നത് വളരെ റെലവെന്റ് ആയിട്ട് ഇപ്പൊ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക്കാണ്. അതിനെ പറ്റിയിട്ടൊക്കെയുള്ള അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കും ഇതിനകത്ത് ഉണ്ടാവുക. പിന്നെ പ്രോട്ടീൻ ആൻഡ് എനർജി ഡിസോർഡേഴ്സ്, അതായത് ഒരുപാട് പ്രോട്ടീൻ ഇൻടേക്ക് ചെയ്താലും അതുപോലെ തന്നെ ഒരുപാട് എനർജി തരുന്ന അല്ലെങ്കിൽ നമ്മൾ ഷുഗർ കണ്ടന്റ് ഉള്ള ഫുഡ് നമ്മൾ കൺസ്യൂം ചെയ്താലും നമുക്ക് സം കൈൻഡ് ഓഫ് ഡിസോർഡേഴ്സ് വരും. ഇത് എന്തൊക്കെയാണെന്നുള്ളത് ചിലവര് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് ഡയറ്റ് ഫോളോ ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും. പ്രോട്ടീൻ ഡയറ്റ് അല്ലെങ്കിൽ പറഞ്ഞ പോലെ ഫ്രൂട്ട് ഡയറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിലൊക്കെ വരാനുള്ള പൊട്ടൻഷ്യൽ ആയിട്ട് വരാനുള്ള ഡിസീസ് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. പിന്നെ മിനറൽസ്, വിറ്റമിൻസ്, മെറ്റബോളിക് ഡിസോർഡേഴ്സ്. അതല്ലാതെ നമ്മൾ ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്താലും നമ്മുടെ ഗട്ട് ഹെൽത്ത് ഉണ്ടല്ലോ, അതായത് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ലിമിറ്റ്, നമുക്ക് കൺസ്യൂം ചെയ്യാൻ പറ്റുന്ന ഒരു ലിമിറ്റ്, അല്ലെങ്കിൽ നമ്മുടെ ഗട്ട് ഹെൽത്ത് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ചിലവർക്ക് ചില ഫുഡ് പിടിക്കില്ല. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പിടിക്കാതെ വരുന്നത്? എന്തായിരിക്കും അതിന്റെ ഒരു പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഇഷ്യൂ? അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾ യൂണിറ്റ് 8 നിങ്ങൾ കവർ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, പിന്നെ നമ്മുടെ ബ്ലോക്ക് 3 വരുന്ന 2 യൂണിറ്റ്സ് ആണ് വരുന്നത്. ഫുഡ് ന്യൂട്രീഷൻ ആൻഡ് ക്വാളിറ്റി എന്ന് പറയുന്നത്. ഫുഡ് ആട്രിബ്യൂട്ട്സ്, എന്തൊക്കെ ഫുഡ് ആട്രിബ്യൂട്ട്സ് ആണുള്ളത്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കാറ്റഗറീസ് ഓഫ് ഫുഡ് എന്തൊക്കെയാണുള്ളത്, ചേഞ്ചസ് ഇൻ ഫുഡ് ഡ്യൂറിംഗ് ഹാൻഡ്ലിംഗ് ആൻഡ് പ്രോസസിംഗ്. ഓക്കെ, നമ്മളൊരു ഫുഡ് പ്രോസസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അത് ഒരു സൈഡ് ഓഫ് ആൾക്കാരായിരിക്കും എന്ത് ഫുഡ് പ്രോസസിംഗ് യൂണിറ്റിൽ ഉണ്ടാവുക. അത് പിന്നെ പുറത്തോട്ട് ഹാൻഡിൽ ചെയ്ത് നമ്മൾ കൺസ്യൂമർ എന്ന് പറയുന്ന, ഞാനാണ് കൺസ്യൂമർ എങ്കിൽ എന്റെ അടുത്ത് എത്തുന്നത് വരെ പല രീതിയിലുള്ള ആൾക്കാരുടെ കയ്യിലൂടെ പോയിട്ടായിരിക്കും പോകുന്നുണ്ടാവുക. അപ്പൊ അവിടെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ഡെക്കോറം, അല്ലെങ്കിൽ അവിടെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ബേസിക് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് എന്തായിരുന്നു, എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഫുഡ് ചേഞ്ചസ് അല്ലെങ്കിൽ ചേഞ്ചസ് ഇൻ ദ ഫുഡ് ഡ്യൂറിംഗ് ഹാൻഡ്ലിംഗ് ആൻഡ് പ്രോസസിംഗ് എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണത്. ഓക്കെ, ക്വാളിറ്റി മാനേജേഴ്സ് എന്ന് നിങ്ങൾ പറയുമ്പോഴത്തേക്കും നിങ്ങൾ ചിലപ്പോൾ കറക്റ്റ് അങ്ങനത്തെ ലാബിലേക്കൊക്കെ ആയിരിക്കും നിങ്ങളെ പ്ലേസ് ചെയ്യുന്നുണ്ടാവുക, വെദർ ദേ ആർ പ്രോസസിംഗ് ദ ഫുഡ് പ്രോപ്പർലി എന്നുള്ളത്. ഈ ഒരുപാട് തവണ ഉപയോഗിച്ച എണ്ണ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണെന്നൊക്കെ പറയാറില്ലേ? അതൊക്കെ എന്താണ്, എങ്ങനെയാണ് അതിന്റെ പ്രൊസീജിയേഴ്സ്, കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും യൂണിറ്റ് 10 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ബ്ലോക്ക് 4 എന്ന് പറയുന്നത് ഫണ്ടമെന്റൽസ് ഓഫ് ഫുഡ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി എന്ന് പറയുന്നത്. സോ ഇൻട്രൊഡക്ഷൻ ടു ഫുഡ് സേഫ്റ്റി. എന്തിന് ഫുഡിനെ സേഫ് ആയിട്ട്, ഫുഡ് സേഫ്റ്റി എന്ന് പറയുന്ന ഏരിയ, എന്തിനാണ് നിങ്ങൾ ഫുഡ് സേഫ്റ്റി പഠിക്കുന്നത്? ഇത്രയും നേരം ഫുഡിനെ പറ്റി പഠിച്ചു, നിങ്ങൾക്കൊരു പ്രത്യേക റോൾ ഉണ്ടാവില്ലേ? വാട്ട് ഇസ് ദാറ്റ് റോൾ പറയുന്നതാണ് ഇൻട്രൊഡക്ഷൻ ടു ഫുഡ് സേഫ്റ്റി എന്ന് പറയുന്നത്. പിന്നെ ഫുഡ് ഹസാർഡ്സ്, ഫുഡ് സ്പോയിലേജ്, റോൾ ഓഫ് ഓർഗനൈസേഷൻസ്. ഓക്കെ, ഫുഡ് ഹസാർഡ്സ്, ഫുഡ് റിലേറ്റഡ് ആയിട്ട് വരുന്ന പ്രശ്നങ്ങള്, ബൾക്കായിട്ടുള്ള ഫുഡ് മെറ്റീരിയൽസ് കാരണം ഇപ്പൊ തന്നെ നമ്മളിപ്പോ ഒരു സിറ്റി ഒക്കെ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഫുഡ് ഡിസ്പോസൽ എന്ന് പറയുന്നത്, ഈവൻ നമ്മുടെ നാച്ചുറൽ ഫുഡ് ഡിസ്പോസൽ പോലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ബാംഗ്ലൂർ, ട്രിവാൻഡ്രം അല്ലെങ്കിൽ എറണാകുളം പോലെയുള്ള സിറ്റിയിലെ ഫുഡ് ഡിസ്പോസൽ ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടാണ്. സ്പോയിലേജ് ഇല്ലാതെ എങ്ങനെയാണ് നമ്മൾ കറക്റ്റ് ക്വാണ്ടിറ്റി ഓഫ്, ഇവിടെ നമുക്ക് കറക്റ്റ് ക്വാണ്ടിറ്റി ഓഫ് ഫുഡ് ഒന്നും ഉണ്ടാക്കാൻ പറ്റുന്നല്ല പറഞ്ഞു വരുന്നത്, ബട്ട് എങ്ങനെയാണ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ആൻഡ് ദി റോൾ ഓഫ് ഓർഗനൈസേഷൻസ്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻസ് ഉണ്ട് അല്ലെ, ഫുഡിനെ റിലേറ്റ് ചെയ്തിട്ടും ഹ്യൂമൻ ഹെൽത്തിനെ റിലേറ്റ് ചെയ്തിട്ടും അവരുടെയൊക്കെ റോൾ എന്താണ്, ഇവിടെ എന്തൊക്കെയാണ് അവർക്ക് ചെയ്യേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും റോൾ ഓഫ് ഓർഗനൈസേഷൻസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. നെക്സ്റ്റ് കംസ് ദ ആക്ടിവിറ്റി മാനുവൽ. സോ ഫസ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് പ്രിപ്പയർ എ ചാർട്ട് ഓൺ ദ ഫുഡ് പിരമിഡ്. അത് ദ എപ്പിറ്റോം ഓഫ് പ്രൈമറി കൺസ്യൂമേഴ്സ് മുതൽ നമ്മൾ സെക്കൻഡറി, ടെർഷ്യറി കൺസ്യൂമേഴ്സ് വരെ നമുക്കൊരു ഹയറാർക്കി ഉണ്ട് അല്ലെ. അതുപോലെ തന്നെ ഫുഡിന് ഒരു ഹയറാർക്കി ഉണ്ട്. ആ ഹയറാർക്കിക്കൽ ഓർഡർ അനുസരിച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ ഫുഡിനെ കാറ്റഗറൈസ് ചെയ്യുന്നത്. വിസിറ്റ് ടു എ ലോക്കൽ മാർക്കറ്റ് ടു ഐഡന്റിഫൈ എനി 10 ഫങ്ഷണൽ ഫുഡ് ആൻഡ് ദെയർ ന്യൂട്രീഷണൽ വാല്യൂസ്. സ്ട്രീറ്റ് ഫുഡ്സ് ഒക്കെ നമ്മളിപ്പോ ഭയങ്കര എന്താ പറയാ ഫ്ലറിഷ് ചെയ്ത് നിൽക്കുന്ന ഒരു കാര്യമാണ് സ്ട്രീറ്റ് ഫുഡ്സ്, ലോക്കൽ ഫുഡ്സ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ 10 ഫങ്ഷണൽ ആയിട്ടുള്ള ഫങ്ഷണൽ ഫുഡ് എന്താണെന്നൊക്കെ നിങ്ങൾ ഇതിനകത്ത് പഠിക്കും. അത് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തിട്ട് അതിന്റെ ന്യൂട്രീഷണൽ വാല്യൂ എന്താണെന്നുള്ളത് നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. ഇനി ടാബ്ലേറ്റിംഗ് ദ ന്യൂട്രീഷണൽ ഇൻഫർമേഷൻ ഓൺ പാക്കറ്റഡ് ഫുഡ് പ്രോഡക്ട്സ്. നമ്മൾ ഈ പാക്കറ്റ് ചെയ്യുന്ന ഫുഡ് പ്രോഡക്ട്സ്, ഇപ്പോൾ ടേസ്റ്റി നിബിൾസ് അങ്ങനെയൊക്കെ പറഞ്ഞ കുറെ കമ്പനീസ് നമുക്ക് പ്രോസസ് ചെയ്തിട്ടുള്ള ഫുഡൊക്കെ ഇതാക്കാറില്ലേ, ഇതിക്കുള്ള ന്യൂട്രീഷണൽ വാല്യൂ, അല്ലാതെ തന്നെ നമ്മുടെ കറി മസാലാസിൽ ഉള്ള ന്യൂട്രീഷണൽ വാല്യൂ, അതിന്റെ ഒരു ചാർട്ട് പ്രിപ്പയർ ചെയ്യാനാണ് പറയുന്നത്. ഇനി അസസ്മെന്റ് ഓൺ യുവർ ഓൺ ഡയറ്ററി പാറ്റേൺ ആൻഡ് കമ്പാരിസൺ വിത്ത് ആ റെഫറൻസ് ബാലൻസ് ഡയറ്റ്. നിങ്ങളുടെ ഒരു അസസ്മെന്റ് അനുസരിച്ചിട്ട് ഡയറ്റിൽ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ അതൊരു ബാലൻസ്ഡ് ഡയറ്റിലേക്ക്,
എങ്ങനെയാണ് നമുക്ക് ഇൻകോപ്പറേറ്റ് ചെയ്യാന്നുള്ളത്. നമ്മൾ എപ്പോഴും പറയും ഒരു എക്സ്പേർട്ടിന്റെ ഇതില്ലാതെ, അതായത് ഒരു എക്സ്പെർട്ടീസ് ആയിട്ടുള്ള ഒരു അഡ്വൈസ് ഇല്ലാതെ നിങ്ങൾ ആരും ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യരുത്. ബാലൻസ്ഡ് ഡയറ്റ് ആയിരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്നതിനൊക്കെ ഉൾട്ടയായിരിക്കും സംഭവിക്കുന്നുണ്ടാവും. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ആക്ടിവിറ്റി 4 വരെ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. Then the activity 5, prepare a pictorial chart of the disorders caused by the excess or deficiency of one micronutrient and one macronutrient. ഒരു മാക്രോന്യൂട്രിയന്റെയും ഒരു മൈക്രോന്യൂട്രിയന്റിന്റെയും എക്സസ് കാരണോ ഡെഫിഷ്യൻസി കാരണോ നമുക്ക് ഉണ്ടാവാവുന്ന ഡിസോർഡർ. ചില കാര്യങ്ങൾ അളവിൽ കൂടുതൽ ചേർത്താൽ ബുദ്ധിമുട്ടാണത്. ഈവൻ നമ്മൾ ഈ പറയുന്ന സോൾട്ട് പോലും കുറച്ച് കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ ലോ ബി പിക്കാർക്ക് അത് പ്രശ്നം വരില്ല, ഹൈ ബി പിക്കാർക്ക് അത് പ്രശ്നമാണ്. എന്തും അളവിൽ കൂടുതൽ ചേർന്നാൽ അല്ലെങ്കിൽ അളവ് എത്തേണ്ട സമയത്ത് എത്തിയില്ല എന്നുണ്ടെങ്കിൽ ആ ഫുഡിന്റെ ക്വാളിറ്റി അത് മെയിൻറ്റെയിൻ അല്ലെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടും. ഇപ്പൊ നിങ്ങൾ ഹോട്ടൽസിലൊക്കെ പോകുമ്പോൾ കാണാം ചില ഫുഡിനൊക്കെ ഈ പറഞ്ഞതുപോലെ ഉപ്പ് കൂടുതലായിരിക്കും. എന്തിനു ഉപ്പ് കൂട്ടിയിരുന്നോന്ന് വെച്ച് കഴിഞ്ഞാൽ ബൾക്കായിട്ട് അവർ ഉണ്ടാക്കുന്നത് കൊണ്ട് ഇത്രയും ടൈമിലേക്ക് പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒക്കെയാണ് വിനീഗർ യൂസ് ചെയ്യുന്നത്. നമ്മൾ പിക്കിൾഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും. നിങ്ങൾ അതിനെ പറ്റിയിട്ട് ഒരു ചാർട്ട് പ്രിപ്പയർ ചെയ്യാനുള്ളത്. ആക്ടിവിറ്റി അല്ലേ, അപ്പൊ നിങ്ങൾ ചാർട്ട് പ്രിപ്പയർ ചെയ്യും. ഇനി പ്രിപ്പയർ ആ ചാർട്ട് ഷോയിങ് ദ പ്രോസസ് ഓഫ് ഡൈജഷൻ ഓഫ് ഫുഡ്, അബ്സോർപ്ഷൻ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ന്യൂട്രിയൻസ്. നമ്മുടെ ആ ഒരു ഹോൾ ബോഡി ഡയഗ്രത്തിൽ ഡൈജസ്റ്റ് ചെയ്യുന്നത് മുതൽ അബ്സോർബ് ചെയ്ത് ആ ഫുഡ് ട്രാൻസ്പോർട്ട് ചെയ്ത് ഓരോ ഏരിയയിലേക്ക് പോകുന്നത് വരെയുള്ള ഒരു ചാർട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട്. ഇനി വിസിറ്റ് എ ഫുഡ് റീറ്റെയിൽ സ്റ്റോർ ഓർ എ മാർക്കറ്റ് ടു ഗ്യാദർ ദ ഇൻഫർമേഷൻ ഓൺ ഓർഗാനിക് ആൻഡ് ട്രഡീഷണൽ ഫുഡ് പ്രോഡക്ട്സ്. നമുക്ക് ഓർഗാനിക് ആയിട്ടുള്ള കുറെ ഫുഡ് പ്രോഡക്ട്സ് ഉണ്ട് അല്ലെ, വളരെ ഓർഗാനിക് ആയിട്ട് നമ്മൾ ചെയ്യുന്ന. അപ്പൊ അങ്ങനത്തെ ഉള്ളതിന്റെ ഒരു ലിസ്റ്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യാനായിട്ട് പറയുന്നത്. ഓർഗാനിക് ഫുഡിന് ഭയങ്കര ഡിമാൻഡ് കൂടുന്ന ഒരു സമയമാണിത് അല്ലെ. ഓർഗാനിക് ഫുഡ് കിട്ടാനില്ല അല്ലെ, നമ്മൾക്ക് എല്ലാം കിട്ടുന്ന അഡൾട്ടേർഡ് ആയിട്ടുള്ള ഫുഡാണ്. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെയാ പറയുന്നത്. ഇനി കാൽക്കുലേറ്റ് ദ ബോഡി മാസ് ഇൻഡെക്സ് ആൻഡ് കമ്പയർ വിത്ത് ദ WHO സ്റ്റാൻഡേർഡ്. നമ്മുടെ ബോഡി മാസ് ഇൻഡെക്സ്, അതായത് നമ്മുടെ ഹൈറ്റിന് ഇത്ര വെയിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബോഡി മാസ് ഇൻഡെക്സ് ഉണ്ട്. അത് നിങ്ങളിപ്പം നെറ്റിൽ നോക്കി കഴിഞ്ഞാലും ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞ കാൽക്കുലേറ്റേഴ്സ് ഉണ്ട്. അത് നോക്കിയിട്ട് WHO സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ട് നിങ്ങൾ ഏത് കാറ്റഗറിയിൽ വരുന്നു എന്നുള്ളത്, ഒബേസ് ആണോ അല്ലെങ്കിൽ എന്താ പറയാ അണ്ടർ വെയിറ്റ് ആണോ ലോവർ വെയിറ്റ് ആണോ, ഇങ്ങനത്തെ കാര്യങ്ങളൊന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാന്നുള്ളത്. കാരണം ഫുഡിനെ പറ്റി പഠിക്കുന്ന ആൾക്ക് നമ്മുടെ ശരീരത്തിനെ പറ്റിയിട്ടുള്ള ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് വേണ്ടേ അല്ലെ. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നതാണ്. ഇനി BPVC 102 ഫുഡ് കെമിസ്ട്രി ആൻഡ് ന്യൂട്രീഷൻ. അപ്പൊ നേരത്തെ നമ്മൾ എന്താണ് ഫുഡ് ഫണ്ടമെന്റൽസ് എന്ന് പറയുന്ന ഫുഡ് ഫണ്ടമെന്റൽസ് ആൻഡ് കെമിസ്ട്രി അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നെക്സ്റ്റ് നമ്മുടെ ഡിസിപ്ലിന്റെ കോഴ്സിൽ വരുന്നതാണ് BPVC 102 ഫുഡ് കെമിസ്ട്രി ആൻഡ് ന്യൂട്രീഷൻ. ബ്ലോക്ക് 1 ഫുഡ് കെമിസ്ട്രി 1, ബ്ലോക്ക് 2 ഫുഡ് കെമിസ്ട്രി 2. അതായത് ഒരു കണ്ടിന്യൂവേഷൻ വരുന്നതാണ്. അതായത് കുറച്ച് കാര്യങ്ങൾ ഫുഡ് കെമിസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യും, പിന്നെ താഴോട്ട് വരും അങ്ങനെയുള്ളത്. പിന്നെ ബ്ലോക്ക് 3 വരുന്നത് ബേസിക് ന്യൂട്രീഷൻ, പിന്നെ ഫുഡ് അഡിറ്റീവ്സ്, ആക്ടിവിറ്റി മാനുവൽസ്, പ്രാക്ടിക്കൽ മാനുവൽസ്. ബ്ലോക്ക് 6 നമ്മൾ പ്രാക്ടിക്കൽ മാനുവൽസ് പറയുന്നത്. ഈ പേപ്പറിന്റെ പ്രത്യേകത ഇറ്റ് ഇസ് ഹാവിംഗ് ഇൻബിൽഡ് ലാബ് മാനുവൽ. അതായത് ഒരു പേപ്പർ പഠിക്കുകയും അതിന്റെ തന്നെ ലാബ് ചെയ്യുകയും ചെയ്യുന്നതിനാണ് നമ്മൾ ഇൻബിൽഡ് ലാബ് ഫെസിലിറ്റി എന്ന് പറയുന്നത്. ഒന്നുകിൽ നമുക്ക് രണ്ട് ഓപ്ഷൻസ് ആണെന്നുള്ളത്. ഒരു പേപ്പർ പഠിച്ച് അതിന്റെ തന്നെ ലാബ് ചെയ്യാം. ഒരു പേപ്പർ പഠിക്കുകയും അതിന്റെ ലാബ് ചെയ്യുന്നതിന്റെ അഡ്വാൻറ്റേജ് എന്താണ് അതിന്റെ അഡ്വാൻറ്റേജ് വരുന്നത്? നമുക്ക് ആ പേപ്പറിനെ പറ്റിയിട്ടുള്ള ഒരു ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ പ്രാക്ടിക്കൽ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു ഐഡിയ ഉണ്ടാവും. പുതിയൊരു പേപ്പർ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പ്രാക്ടിക്കലിന് വേണ്ടി പഠിക്കുന്നതിലും എളുപ്പമാണത്. നിങ്ങൾക്ക് ഇൻബിൽഡ് ആയിട്ടുള്ള ലാബാണുള്ളത്. ഓറിയന്റേഷന്റെ ഓൺബോർഡിങ്ങിന്റെ സമയത്തൊക്കെ നിങ്ങളുടെ അടുത്ത് ഇത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് മെയിൻ കേസ് പറയുന്നത്. ഇനി അതിൽ എന്തൊക്കെയാണ് കൂടുതലായിട്ടുള്ളത് നോക്കാം. ഫുഡ് കെമിസ്ട്രി 1 എന്ന് പറയുന്നത് ബേസിക്സ് ഓഫ് ഫുഡ് കെമിസ്ട്രി, വാട്ടർ, കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്. നോർമൽ ആയിട്ടുള്ള കെമിസ്ട്രി, അതായത് ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള കെമിസ്ട്രി. ഓവർ കെമിസ്ട്രി ഒന്നല്ല, ഫുഡ് റിലേറ്റഡ് ആയിട്ട് വരുന്ന കെമിസ്ട്രി. കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ഫാറ്റ്സ്, അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ പറയുന്ന അതിന്റെ അളവിനെ പറ്റിയിട്ടൊക്കെ നോക്കുന്നതാണ് ഫുഡ് കെമിസ്ട്രി 1. വളരെ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി ഫുഡ് കെമിസ്ട്രി 2 വരുന്നത് എന്താ? ലിപ്പിഡ്സ്, വിറ്റമിൻസ്, മിനറൽസ്, എൻസൈംസ്. ഇതൊക്കെ ഓരോ യൂണിറ്റ് ആയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഏതൊക്കെ ലിപ്പിഡ്സ് ആണുള്ളത്, ഏതൊക്കെ വിറ്റമിൻസ് ആണ്, വിറ്റമിൻ A, B, C, D എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ വിറ്റമിൻസ് ഇല്ലേ. അത് എന്തിന്റെയൊക്കെ ഡെഫിഷ്യൻസി കാരണം ഇതിൽ ചിലപ്പോൾ ഡെഫിഷ്യൻസി ഇഷ്യൂസ് ഒക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ പഠിക്കേണ്ടി വരും. അതായത് ഇന്നത് ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ എന്ത് പ്രശ്നമാണ് വരിക, അങ്ങനെയുള്ള ചിലപ്പോൾ അങ്ങനത്തെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു വിറ്റമിൻസ്, മിനറൽസ് എന്ന് പറയുന്നത്. പിന്നെ എൻസൈമൽ ആക്ടിവിറ്റി. നമുക്ക് എൻസൈമൽ ആക്ടിവിറ്റി എങ്ങനെ പോയാലും വേണമല്ലോ. ഒരു കാറ്റാലിസ്റ്റിക് ആക്ടിവിറ്റിയാണ് എൻസൈംസ് യൂസ് ചെയ്യുന്നത്. കാറ്റലിസ്റ്റ് എന്തിനാ യൂസ് ചെയ്യുന്നത്? ഒരു പ്രോസസ്സിൽ കാറ്റലിസ്റ്റ് സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ട് അല്ലെ. നോർമൽ കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ട് അല്ലെ.
ഇതുപോലെ എൻസൈമൽ ആക്ടിവിറ്റീസിനെ പറ്റിയിട്ടൊക്കെ പഠിക്കുന്നതാണ് ഫുഡ് കെമിസ്ട്രി 2 എന്ന് പറയുന്നത്. ഇനി ബേസിക് ന്യൂട്രീഷൻ എന്ന് പറയുന്നതിൽ ന്യൂട്രീഷണൽ ആസ്പെക്ട്സ്, ന്യൂട്രിറ്റീവ് വാല്യൂ ഫോർ ദ അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ്, ന്യൂട്രിറ്റീവ് വാല്യൂ ഫോർ ദ അനിമൽ പ്രൊഡ്യൂസ്, മെറ്റാബോളിസം ഓഫ് ന്യൂട്രീഷൻസ്. ന്യൂട്രീഷന്റെ ബേസിക് ആസ്പെക്ട്സ് ആയിരിക്കും നിങ്ങൾ അതിനകത്ത് പഠിക്കുന്നുണ്ടാവുക. പിന്നെ അഗ്രികൾച്ചറൽ പ്രോഡക്ട്സിലുള്ള നമ്മൾ എല്ലാം ഇങ്ങനെ നാച്ചുറലി ഒക്കർ ചെയ്യുന്നു എന്ന് വെച്ചാൽ അത് ഭയങ്കര ബൾക്കിയായിട്ട് അതിന് ഭയങ്കര ന്യൂട്രീഷണൽ വാല്യൂ ഉണ്ട് എന്നുള്ളതാണോ? അല്ല. എന്റെ വീട്ടിൽ ഏറ്റവും കൂടുതൽ എനിക്ക് കിട്ടുന്നത് മാംഗോസ് ആണെന്ന് വിചാരിക്കുക. എന്ന് വിചാരിച്ച് ഞാൻ എന്നും മാംഗോസ് കഴിച്ചുകൊണ്ടിരുന്ന അത് ഹൈ ന്യൂട്രീഷണൽ വാല്യൂ അങ്ങനെയല്ല. നമുക്ക് ഓരോ അഗ്രികൾച്ചറൽ പ്രോഡക്ട്സിനും അതിൻ്റെതായിട്ടുള്ള ന്യൂട്രീഷണൽ വാല്യൂ ഉണ്ട്. വളരെ സിമ്പിൾ എന്ന് വിചാരിക്കുന്ന ചില കാര്യങ്ങൾക്ക് പോലും വളരെ ന്യൂട്രീഷണൽ വാല്യൂ ഉണ്ട്. കാറ്റഗറി എന്താണെന്നാണ് അതിൽ പഠിക്കുന്നുണ്ടാവുക. പിന്നെ നമ്മുടെ ആനിമൽ പ്രൊഡ്യൂസ് എന്തൊക്കെയാണ്? മിൽക്ക്, മീറ്റ്, എന്ത് വേണമെങ്കിലും അതിനകത്ത് വരാം. ഓക്കെ, ഇതിന്റെയൊക്കെ ഇതെന്താണ്? ചിലപ്പം ഗോട്ടിന്റെ മിൽക്ക് അതുപോലെ തന്നെ കവിന്റെ മിൽക്ക് ഒക്കെ തമ്മിൽ ഡിഫറൻസ് വരുന്നില്ലേ? അപ്പൊ അതിന്റെയൊക്കെ ന്യൂട്രീഷണൽ വാല്യൂ എന്താണ്? മെറ്റാബോളിസം എങ്ങനെയാണ്? അതിന്റെ മെറ്റാബോളിസം ഇങ്ങനെ വർക്ക് ചെയ്യുന്നതാണ്. എല്ലാവർക്കും എല്ലാ ടൈപ്പ് ഓഫ് ഫുഡ് പിടിക്കണം എന്നില്ലല്ലോ. ചിലവർക്ക് പാല് കുടിച്ചു കഴിഞ്ഞാല് ബുദ്ധിമുട്ട് വരുന്നവരുണ്ട്. സൈനസ് പ്രോബ്ലം ഉള്ളവർക്കൊക്കെ ചിലപ്പോൾ പാല് കുടിച്ചാൽ ബുദ്ധിമുട്ട് വരുന്നവരുണ്ട്. അപ്പൊ അതിന്റെ ന്യൂട്രീഷണൽ വാല്യൂ എന്താണ്? അല്ലെങ്കിൽ എങ്ങനെയാണ് മെറ്റാബോളിസത്തിന് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത്. ഓരോ ഫുഡ് കഴിക്കുമ്പോഴും അതിൻ്റെതായിട്ടുള്ള റെമഡി എന്താണെന്നുള്ളത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കുന്നതാണ് ഫുഡ് മെറ്റാബോളിസം ഓർ ന്യൂട്രീഷൻ എന്ന് പറയുന്ന ഇതിൽ നോക്കുന്നുണ്ടാവുക. ബ്ലോക്ക് ഫോർ ഫുഡ് അഡിറ്റീവ്സ് 1, ഫുഡ് അഡിറ്റീവ്സ് 2. നമ്മൾ ആഡ് ഓൺ ചെയ്യുന്ന ഫുഡ്, നമ്മൾ എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്യില്ലേ, നമ്മൾ ജസ്റ്റ് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്ന കുറച്ച് ചെറിയ അഡിറ്റീവ്സ് എന്ന് പറയുന്നത്, അത് പല ടൈപ്പ് ഓഫ് അഡിറ്റീവ്സ് ഉണ്ട്. അതിന്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്കഷൻ ആയിരിക്കും യൂണിറ്റ് 13 and 14 നിങ്ങൾ കവർ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, പിന്നെ ആക്ടിവിറ്റി മാനുവൽ ആണ്. ആക്ടിവിറ്റി മാനുവലിൽ എന്താണ്? ടു ഒബ്സർവ് ദ ചേഞ്ചസ് ഡ്യൂറിങ് ഡ്രൈ ഹീറ്റിംഗ് ഓഫ് ഷുഗർ. ഷുഗറിനെ ഡ്രൈ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളത്. നമ്മൾ നോർമൽ ഡ്രൈ ഹീറ്റ് ചെയ്യുന്നതും ലിക്വിഡ് ആയിട്ട് ഹീറ്റ് ചെയ്യുന്നതും നമ്മൾ വ്യത്യാസമുണ്ട് കേട്ടോ. ഷുഗറിന് കെമിസ്ട്രി പരമായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണിത്. ഇനി ടു ഐഡന്റിഫൈ ആൻഡ് കാറ്റഗറൈസ് ദ പ്രിസർവേറ്റീവ്സ് യൂസ്ഡ് ഇൻ ബീവറേജസ്, പിക്കിൾസ്, ബേക്ഡ് ആൻഡ് കാൻഡ് പ്രോഡക്ട്സ്. ഓക്കെ, പിക്കിൾസില്, ബീവറേജസില്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബേക്ഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസിലൊക്കെ നമ്മൾ ചെറിയ കാര്യങ്ങൾ യൂസ് ചെയ്യില്ല. ചിലർ ബേക്കിംഗ് സോഡ യൂസ് ചെയ്യുന്നവരുണ്ട്, വിനീഗർ യൂസ് ചെയ്യുന്നവരുണ്ട്. ഇതൊക്കെ ഇങ്ങനെയാണ് പ്രിസർവ് ചെയ്യുന്നത്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ടു ബോയിൽ എഗ്സ് ആൻഡ് ഒബ്സർവ് ദ ചേഞ്ചസ് ഇൻ ദ ഫിസിക്കൽ സ്റ്റേറ്റ്. നമ്മൾ എഗ്ഗ് ബോയിൽ ചെയ്യുന്ന സമയത്ത് അതിന് ഓരോ സ്റ്റേജ് ആണ്. ആദ്യം അതിന്റെ ക്രസ്റ്റ്, അതായത് ഔട്ടർ ലെയർ ഹാർഡ് ആവുന്നു, പിന്നെ ഉള്ളിലോട്ട് ഹാർഡായി വരുന്നു. അപ്പൊ അതിന് പല സ്റ്റേജസ് ഉണ്ട്. ഓക്കെ, ഹാഫ് ബോയിൽഡ് ആയിട്ടുള്ളത്, ഫുള്ളി ബോയിൽഡ് ആയിട്ടുള്ളത്, അതിന് ഓരോ പേരുകളുണ്ട്, ഓരോ സ്റ്റേജസ് ഉണ്ട്. അത് ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇനി ടു ഒബ്സർവ് ദ ചേഞ്ചസ് ഇൻ ദ കളർ, ടെക്സ്ചർ ആൻഡ് ഓർഡർ ഓഫ് റോസ്റ്റഡ്, അൺറോസ്റ്റഡ്, സെമോലിന ആൻഡ് ഗ്രാം ഫ്ലോർ. ഓക്കെ, ഈ ഗ്രാം ഫ്ലോർ ഒക്കെ നമ്മൾ എന്താ പറയാ, റോസ്റ്റ് ചെയ്യുമ്പോഴത്തേനും അതിനൊരു സ്പെഷ്യൽ സ്മെല്ല് വരുന്നുണ്ട് അല്ലെ? ചില ഗ്രാം ഫ്ലോർ ഒക്കെ നമുക്ക് നമ്മള് വെറുതെ നമ്മളൊന്ന് റോസ്റ്റ് ചെയ്യുമ്പോൾ നല്ല സ്മെല്ലൊക്കെ വരാറുണ്ട്. അതിന്റെ ഡ്രൈ സ്റ്റേറ്റിലും ഈ റോസ്റ്റ് സ്റ്റേറ്റിലും എന്തൊക്കെയാണ് അതിന്റെ ഡിഫറൻസ് വരുന്നത്, എന്ത് ക്വാളിറ്റി, എന്ത് ന്യൂട്രീഷൻ ആണ് അവിടെ നമ്മൾ മിസ് ഔട്ട് ചെയ്ത് പോകുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും അതിനകത്ത് നോക്കുന്നുണ്ടാവുക. ഇനി പ്രാക്ടിക്കൽ മാനുവൽ ആണ്. ബ്ലോക്ക് 6 പ്രാക്ടിക്കൽ മാനുവൽ ആണ്. എക്സ്പെരിമെന്റ് നമ്പർ 1 എന്ന് പറയുന്നത് ടു പ്രിപ്പയർ ദ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ് NaOHന്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്നുള്ളത് നോക്കുന്നതാണ്. പിന്നെ ടു കളക്ട് ആൻഡ് പ്രിപ്പയർ ദ ഫുഡ് സാമ്പിൾ ഫോർ കെമിക്കൽ അനാലിസിസ്. ഓരോ ഫുഡ് സാമ്പിൾസ് എടുത്തിട്ട് കെമിക്കലി അനലൈസ് ചെയ്യാനുള്ളത്. ക്വാളിറ്റി മാനേജേഴ്സ് ആണ് നിങ്ങൾ. അപ്പൊ അതിന്റെ അണ്ടർസ്റ്റാൻഡിംഗ് ബേസ് ചെയ്ത് വരുന്ന. പിന്നെ ടു ഡിറ്റർമൈൻ ദ മോയ്സ്ചർ കണ്ടന്റ് ഇൻ എ ഫുഡ് സാമ്പിൾ. ഓക്കെ, മോയ്സ്ചർ എക്സ്ട്രാ ആയി കഴിഞ്ഞാൽ ഫുഡ് പൂത്തുപോകും. എന്നാൽ കറക്റ്റ് എമൗണ്ട് ഓഫ് മോയ്സ്ചർ ഇല്ലാന്നുണ്ടെങ്കിൽ അത് ഹാർഡായി പോകും. അപ്പൊ അതിന്റെ മോയ്സ്ചർ കണ്ടന്റ് നമ്മൾ അനലൈസ് ചെയ്യുന്നതാണ്. മൈക്രോസ്കോപ്പിക്കലൊക്കെ ആയിരിക്കും നമ്മൾ അനലൈസ് ചെയ്യുന്നുണ്ടാവുക. അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും പ്രിസർവേറ്റീവ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇനി ടു ഡിറ്റർമൈൻ ദ ഷുഗർ ആൻഡ് സ്റ്റാർച്ച് കണ്ടന്റ് ഇൻ ഫുഡ് സാമ്പിൾ. അത് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ്. ചിലതിൽ ഷുഗർ കണ്ടന്റ് കൂടുതലാണ്, സ്റ്റാർച്ച് കണ്ടന്റ് കൂടുതലാണെന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പൊ അതിന്റെ കണ്ടന്റ് ഇവാലുവേഷൻ ചെയ്യുന്നതാണ്. ഇനി ടു ഡിറ്റർമൈൻ ദ പ്രോട്ടീൻ കണ്ടന്റ് ഇൻ എ ഫുഡ് സാമ്പിൾ. ഇതൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ ചിലപ്പം മിക്സ് ചെയ്തൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ചില ലിക്വിഡ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ കളർ മാറുന്നു എന്നൊക്കെ പറഞ്ഞ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ടെസ്റ്റ് ഒക്കെ നമ്മൾ ചെയ്യില്ലേ. അതല്ല ഇത്. ഞാൻ ജസ്റ്റ് അത് റിലേറ്റ് ചെയ്ത് പറഞ്ഞെന്നുള്ളൂ. ആ ടെസ്റ്റ് ഒന്നല്ല നിങ്ങൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഡിഫറെന്റ് ആയിട്ടുള്ള ടെസ്റ്റ് ആയിരിക്കും. പ്രോട്ടീൻ ടെസ്റ്റ്, ഷുഗർ ടെസ്റ്റ്, സ്റ്റാർച്ച് ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് സയൻസ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ആൾക്കാരല്ലേ നിങ്ങൾ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും 12th നമ്മൾ ചെയ്തിട്ടുണ്ട്. 12th അല്ല, ലോവർ ക്ലാസ്സസിലൊക്കെ നമ്മൾ ജസ്റ്റ് ആക്ടിവിറ്റീസ് പോലെ ചെയ്തിട്ടുണ്ടാവും. അത് നിങ്ങൾ ഇപ്പൊ പ്രാക്ടിക്കൽ ആയിട്ടാണ് പഠിക്കുന്നത്. ഓക്കെ, അതാണ് ഡിഫറൻസ് വരുന്നത് ഫുഡ് സയൻസിൽ. പിന്നെ ടു ഡിറ്റർമൈൻ ദ ഫാറ്റ് കണ്ടന്റ് ഇൻ എ ഫുഡ് സാമ്പിൾ, ഫാറ്റ് ടെസ്റ്റ്. ആഷ് കണ്ടന്റ് ഇൻ എ ഫുഡ് സാമ്പിൾ, ആഷ് ടെസ്റ്റ്.
പിന്നെ അതുപോലെ തന്നെ അസിഡിസിറ്റി ആൻഡ് പി എച്ച് ലെവൽ ഇതാക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക ലെവൽ അസിഡിസിറ്റി ഇല്ലാന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതിന്റെയൊക്കെ ഒരു ഇത്. പിന്നെ ഗ്ലൂട്ടൻ കണ്ടന്റ്, നമ്മുടെ ഹോൾ വീറ്റിലുള്ള ഗ്ലൂട്ടൻ കണ്ടന്റിന്റെ ടെസ്റ്റ് വരുന്നുണ്ട്. പിന്നെ ഗ്രാവിറ്റി ഓഫ് സോയിൽസ് ആൻഡ് ഫാറ്റ്, അതായത് സ്പെസിഫിക് ഗ്രാവിറ്റി നമ്മൾ നോക്കുന്നതാണ്. ഓയിലിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി, ഈ എന്താ പറയാ ഹണി അല്ലെങ്കിൽ ഓയിൽ എന്നൊക്കെ പറയുന്നത് അതിനൊരു ഹിൻഡ്രൻസ് ഉണ്ടെന്ന് പറയും. അതായത് നമ്മൾ ഒന്നിൽ നിന്ന് വേറൊന്നിലേക്ക് പോർ ചെയ്യുന്ന സമയത്ത്, അതായത് ഒരു ബോട്ടലിലേക്ക് നമ്മൾ പോർ ചെയ്യുന്ന സമയത്ത് അതിനൊരു പ്രത്യേക ഒരു തിക്ക് കൺസിസ്റ്റൻസി ഇല്ലേ, ഒരു ഹിൻഡ്രൻസ് ഇല്ലേ. അപ്പൊ അതിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റിയെ യൂസ് ചെയ്തിട്ട് ചിലപ്പോൾ ചെറിയ ചെറിയ കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യേണ്ടി വരുന്ന ആ ഒരു ഏരിയ ആണ് അത്. അപ്പൊ അത്രയും കാര്യങ്ങളാണ് നമ്മുടെ എന്താ പറയാ ഫുഡ് സേഫ്റ്റി എന്ന് പറയുന്ന ഡിസിപ്ലിൻഡ് കോഴ്സസിലുള്ളത്. പിന്നെ നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ള എൻവയോൺമെന്റൽ സ്റ്റഡീസ്. എൻവയോൺമെന്റൽ സ്റ്റഡീസിൽ ബ്ലോക്ക് 1 എന്താ പറയുന്നത്? ഇൻട്രൊഡക്ഷൻ ടു എൻവയോൺമെന്റ് ആൻഡ് എൻവയോൺമെന്റൽ സ്റ്റഡീസ്. എന്തിന് എൻവയോൺമെന്റൽ സ്റ്റഡീസ്? വാട്ട് ഇസ് അവർ എൻവയോൺമെന്റ്? നമുക്ക് ചുറ്റും കാണപ്പെടുന്ന പരിസ്ഥിതിയാണ് നമ്മൾ പറയുന്നത് എന്താണ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. അതിനെ പറ്റിയത് നാച്ചുറൽ റിസോഴ്സസ് എന്താണ്, എൻവയോൺമെന്റൽ ഇഷ്യൂസ് ആൻഡ് കൺസേൺസ് എന്താണ്, പ്രൊട്ടക്ടിങ് അവർ എൻവയോൺമെന്റ് ആൻഡ് പോളിസീസ്. അതായത് ഒരു എൻവയോൺമെന്റൽ സ്റ്റഡീസ് എന്ന് പറയുന്ന മൊത്തം പേപ്പർ പഠിച്ചു കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ എൻവയോൺമെന്റ് എന്താണെന്നും എന്തൊക്കെ നാച്ചുറൽ റിസോഴ്സസ് ആണ് ഇവിടെ ഉള്ളത് എന്നുള്ളതും എന്തൊക്കെയാണ് പൊട്ടൻഷ്യൽ ത്രെഡ് എന്നുള്ളതും ഇങ്ങനെ ടാക്കിൾ ചെയ്യുന്നുള്ളതും പിന്നെ അതുപോലെ തന്നെ പോളിസീസ് ആൻഡ് പ്രാക്ടീസസ് ആയിരിക്കും നമ്മൾ നോക്കുന്നുണ്ടാവാം. ഓക്കെ, അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കാം. ബ്ലോക്ക് 1 നോക്കുമ്പോഴത്തേക്കും ഇൻട്രൊഡക്ഷൻ ടു എൻവയോൺമെന്റ് ആൻഡ് എൻവയോൺമെന്റൽ സ്റ്റഡീസ്. അവർ എൻവയോൺമെന്റ്, ഇക്കോസിസ്റ്റം, മേജർ ഇക്കോസിസ്റ്റം. നമുക്ക് മൈനർ ഇക്കോസിസ്റ്റംസ് ഉണ്ട്, മേജർ ഇക്കോസിസ്റ്റംസ് ഉണ്ട്. അതായത് നമ്മൾ ആൻഡ് ദി അതർ അനിമൽസ് ആർ കോ ലിവിംഗ് ഇൻ ആൻ ഇക്കോസിസ്റ്റം അല്ലെ. അപ്പൊ ആ ഇക്കോസിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, പ്രൈമറി, ടെറിഷറി, സെക്കൻഡറി കൺസ്യൂമേഴ്സ് എങ്ങനെയാണ് ഇതിനകത്ത് സർക്കിൾ ചെയ്യുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ആ ഒരു ഇൻട്രൊഡക്ഷനിൽ നോക്കുന്നുണ്ടാവുക. പിന്നെ നാച്ചുറൽ റിസോഴ്സസ്, ലാൻഡ് ആൻഡ് വാട്ടർ റിസോഴ്സസ്, ഫോറസ്റ്റ് റിസോഴ്സസ്, ബയോഡൈവേഴ്സിറ്റി, എനർജി റിസോഴ്സസ്, അങ്ങനെ പറഞ്ഞ പല റിസോഴ്സസിനെ പറ്റിയിട്ട്. ഇതൊക്കെ നാച്ചുറൽ റിസോഴ്സസ് അല്ലേ, നാച്ചുറലി ഒക്കറിങ് ആയിട്ടല്ല. ലാൻഡ്, വാട്ടർ ഒന്നും നമ്മൾ എവിടുന്ന് കൊണ്ടുവന്നതല്ല, ഇതൊക്കെ ഇവിടെ ഉണ്ടായിരുന്നതാണ്. നമ്മളാണ് ഔട്ട്സൈഡേഴ്സ് ആക്ച്വലി. ഇത് നമ്മളെ കുറച്ചും കൂടെ ബോധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇങ്ങനത്തെ എൻവയോൺമെന്റൽ സ്റ്റഡീസ് പഠിക്കുന്നത്. ഓക്കെ, എൻവയോൺമെന്റ് എന്ന് പറയുന്നത് നമ്മൾ ലീവ് ചെയ്യുന്ന ഒരു സ്പേസ് ആണ്. ഓക്കെ, അല്ലാതെ നമ്മുടെ സ്വന്തം ആയിട്ടുള്ളൊരു എന്താ പറയാ പ്രോപ്പർട്ടി ഒന്നുമല്ല എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ, ആ വാല്യൂസ്, സർവീസസ് എന്തൊക്കെയാണെന്നുള്ളത് കുഞ്ഞു പേപ്പറാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നിങ്ങൾ പണ്ടത്തെ എന്താ പറയാ ജോഗ്രഫിയിൽ പഠിച്ച കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും ഇതിനകത്ത് വരുന്നുണ്ടാവുക. ഇനി അടുത്തത് എൻവയോൺമെന്റൽ ഇഷ്യൂസ്. എന്താണ് എൻവയോൺമെന്റൽ ആയിട്ടുള്ള ബേസിക് ഇഷ്യൂസ് വരുന്നത്? നമ്മളെ ഗ്ലോബലി വരുന്ന ബയോഡൈവേഴ്സിറ്റി ത്രെറ്റ്സ് ആൻഡ് കൺസർവേഷൻ. അതായത് നമുക്ക് ബയോഡൈവേഴ്സിറ്റി പാർക്സ് ഉണ്ട്, സൂ ഉണ്ട്, സെപ്പറേറ്റ് ആയിട്ടുള്ള സെക്ഷൻസ് ഉണ്ട്. അതൊക്കെ എന്തിനാണ്? അതിന്റെ ത്രെറ്റ്സ് എന്താണ്? കുറെ എൻഡേഞ്ചേർഡ്, എക്സ്റ്റന്റ് അല്ലെങ്കിൽ അണ്ടർ എക്സ്റ്റന്റ് എന്നൊക്കെ പറയുന്ന കുറെ ക്രീച്ചേഴ്സിന്റെ കാറ്റഗറീസ് ഒക്കെ ഇല്ലേ, അതിനെ പറ്റിയിട്ടൊക്കെ പഠിക്കുന്നത്. പിന്നെ എൻവയോൺമെന്റൽ പൊല്യൂഷൻസ് ആൻഡ് ഹസാർഡ്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പൊല്യൂഷൻസ് ഉണ്ട്. വേസ്റ്റ് മാനേജ്മെന്റ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് ഏറ്റവും ത്രെഡ്ഫുൾ ആയിട്ട് വരുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഈ വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. പിന്നെ ഗ്ലോബൽ ആയിട്ടുള്ള എൻവയോൺമെന്റൽ ഇഷ്യൂസ്. ഓക്കെ, എന്തൊക്കെയാണ് നമുക്ക് ചെയ്യേണ്ടത്? നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ പരിസരത്ത് ചെറിയ ചെറിയ ഇഷ്യൂസ് ഉണ്ടാവുള്ളൂ. ഗ്ലോബലി അവർ എന്തൊക്കെയാണ് ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നത് എന്നുള്ളത്. പിന്നെ പ്രൊട്ടക്ടിങ് അവർ എൻവയോൺമെന്റ്, പോളിസീസ് ആൻഡ് പ്രാക്ടീസസ്. എൻവയോൺമെന്റിന് സ്വന്തമായിട്ട് റെഗുലേഷൻസ് കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ വീട്ടിലിപ്പം ഹരിതകർമ്മ സേന എന്നൊക്കെ പറഞ്ഞിട്ട് പ്ലാസ്റ്റിക് കളക്ട് ചെയ്യാനൊക്കെ ആൾക്കാർ വരുന്നില്ലേ. അപ്പൊ അതൊക്കെ ഓരോ പോളിസിയുടെ അണ്ടറിൽ, ഓരോ ഗവൺമെന്റിന്റെ അണ്ടറിൽ വരുന്നതാണ്. എന്തൊക്കെയാണ് പോളിസീസ് ഉള്ളത്, നമുക്ക് എങ്ങനെയാണ് ഈ പോളിസീസിനെ പറ്റിയിട്ട് അതായത് ആ ലോയിനെ പറ്റി പഠിക്കുക എന്നുള്ളതാണ് ഈ ഒരു ഇതിൽ ഹ്യൂമൻ കമ്മ്യൂണിറ്റീസ് ആൻഡ് എൻവയോൺമെന്റ്, എൻവയോൺമെന്റൽ എത്തിക്സ് എന്ന് പറയുന്ന ആ ഒരു ബ്ലോക്ക് 4 നമ്മൾ നോക്കാൻ പോകുന്നുണ്ട്. പിന്നെ അടുത്തത് വാല്യൂ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന 4 ഇയർ UGയിൽ വരുന്ന ഒരു കോമൺ പേപ്പർ ആണ്. കൺസെപ്ച്വൽ ഫ്രെയിംവർക്ക്, ചേഞ്ചിങ് കൾച്ചർ ആൻഡ് ഹ്യൂമൻ വാല്യൂസ്, തിയറാറ്റിക്കൽ ഫൗണ്ടേഷൻ, സോഷ്യൽ ഡൈനമിക്സ് ആൻഡ് വാല്യൂ ഡെവലപ്മെന്റ്, സോഷ്യൽ ലിങ്കേജസ്. ഇത്രയും കാര്യങ്ങളാണ്. അതായത് നമ്മുടെ സ്വന്തം വാല്യൂവിനെ ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്യാനും എന്തൊക്കെയാണ് മറ്റുള്ളവരുടെ കാര്യം. നമ്മളെപ്പോഴും പറയില്ലേ മറ്റുള്ളവരുടെ ഷൂസിൽ നിന്നൊന്ന് ചിന്തിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്നൊക്കെ. അപ്പൊ അങ്ങനത്തെ കുറച്ച് വാല്യൂ ആഡഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, സോഷ്യലി റെലവെന്റ് ആയിട്ടുള്ള റെസ്പോൺസിബിൾ ആയിട്ടുള്ള സിറ്റിസൺസിനെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പേപ്പറാണത്. അപ്പൊ ബ്ലോക്ക് 1 നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സോഷ്യൽ മെലൈസ് ആൻഡ് നീഡ് ഫോർ ദ വാല്യൂ എഡ്യൂക്കേഷൻ, ദ കൺസെപ്റ്റ് ഓഫ് മൊറാലിറ്റി ആൻഡ് മോറൽ എഡ്യൂക്കേഷൻ, dimensions ഓഫ് മൊറാലിറ്റി, പില്ലേഴ്സ് ഓഫ് ഡെമോക്രസി, ലിവിംഗ് ഇൻ പീസ് ആൻഡ് ഹാർമണി. അപ്പൊ കൺസെപ്ച്വൽ ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് ഇവിടെ വാല്യൂ എഡ്യൂക്കേഷന്റെ നീഡ് എന്ന് പറയുന്നത്,
എന്തിനാ ഇവിടെ വാല്യൂ എഡ്യൂക്കേഷന്റെ നീഡ്? സോഷ്യൽ ആയിട്ടുള്ള മലൈസസ് അല്ലെങ്കിൽ സോഷ്യൽ ആയിട്ട് ഒരു സൊസൈറ്റിയിൽ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് പോലും അറിയാൻ പറ്റാത്ത രീതിയിലാണ് നമ്മുടെ ഇപ്പോഴത്തെ തലമുറ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ തലമുറയോ ഏതൊരു സിറ്റിസണും പുറത്തോട്ട് വരുന്നത്. എങ്ങനെ ഒരു സൊസൈറ്റിയിൽ, എങ്ങനെ ഒരു സർക്കിളിൽ ബിഹേവ് ചെയ്യണം, അതിൻ്റെതായിട്ടുള്ള എത്തിക്സ് ഉണ്ട്. അപ്പൊ അതിന്റെ നീഡാണ് ഫസ്റ്റ് യൂണിറ്റിൽ നിങ്ങൾ കവർ ചെയ്യുന്നുണ്ടാവുക. ഇത് കഴിഞ്ഞിട്ട് മൊറാലിറ്റി, ഒരു മോറൽ പ്രാക്ടീസ് ഉണ്ട്. നമ്മൾ എപ്പോഴും പറയുന്നില്ലേ, സ്കൂളിൽ പോകുമ്പോൾ യൂണിഫോം ഇട്ടിട്ട് പോകണം, അതൊരു കോഡ് ഓഫ് കണ്ടക്ട് ആണ്. ഓക്കെ, ആ കോഡ് ഓഫ് കണ്ടക്ട് അതൊരു മോറൽ പ്രിൻസിപ്പിൾ ആണ്. അല്ലെങ്കിൽ ഷൂസ് ആൻഡ് സോക്സ് ഇടണം എന്നൊക്കെ പറയുന്ന ഒരു മൊറാലിറ്റി അല്ലെങ്കിൽ മോറൽ കൺസെപ്റ്റിനെ പറ്റിയിട്ട് പറയുന്നതാണ് മൊറാലിറ്റി ആൻഡ് മോറൽ എഡ്യൂക്കേഷൻ. പിന്നെ ഡയമെൻഷൻസ് ഓഫ് മൊറാലിറ്റി, എന്തൊക്കെ ടൈപ്പ് മൊറാലിറ്റീസ് ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. പിന്നെ പില്ലേഴ്സ് ഓഫ് ഡെമോക്രസി, ലിവിങ് ഇൻ പീസ് ആൻഡ് ഹാർമണി. നമുക്ക് ഡെമോക്രാറ്റിക്കലി, നമ്മളുടെ ഒരു ഡെമോക്രാറ്റിക് ഗവൺമെന്റ് അല്ലേ, അപ്പൊ ഡെമോക്രാറ്റിക്കലി നമുക്ക് കുറച്ച് എന്താ പറയാ അഡ്വാൻറ്റേജസ് ഉണ്ട്. നമ്മുടെ എന്താ പറയാ കോൺസ്റ്റിറ്റ്യൂഷനിലായാലും അതുപോലെ തന്നെ നമ്മുടെ ആർട്ടിക്കിൾസ് ഒക്കെ നമുക്ക് കുറെ ഇത് തരുന്നുണ്ട്. അത് ഇങ്ങനെയാണ് നമ്മൾ പീസ്ഫുള്ളി മറ്റൊരാളെ ഉപദ്രവിക്കാതെ നമുക്ക് അതെങ്ങനെ യൂസ്ഫുൾ ആയിട്ട് കൊണ്ടു നടക്കാം എന്നുള്ളതാണ് കൺസെപ്ഷ്യൽ ഫ്രെയിംവർക്കിൽ നിങ്ങൾ നോക്കുന്നുണ്ടാവുക. പിന്നെ ചേഞ്ച് ഇൻ കൾച്ചർ ആൻഡ് ഹ്യൂമൻ വാല്യൂസ്, ഇന്ത്യൻ കൾച്ചർ ആൻഡ് ഹ്യൂമൻ വാല്യൂസ് എൻറിച്ച്ഡ് ഇൻ ഇന്ത്യൻ ഫിലോസഫി, കൾച്ചറൽ പ്ലൂറലിസം ഇൻ ഇന്ത്യൻ സൊസൈറ്റി, വാല്യൂസ് ഫോർ എ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. നമ്മുടെ ഇന്ത്യന് ഒരു കൾച്ചർ ഉണ്ട് അല്ലെ, നമുക്കൊരു ഇന്ത്യൻ കൾച്ചർ ഉണ്ട്. നമ്മളെ വീട്ടിലൊക്കെ എപ്പോഴും പറയില്ലേ, നമ്മൾ ഇങ്ങനെയാണ് ഇതാക്കുക, നമുക്ക് അമേരിക്കക്കാരെ പോലെ ഒന്നും ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ നമ്മൾ പറയില്ലേ. അതൊക്കെ എന്താണ്, ഇന്ത്യൻ കൾച്ചറിന് അതിൻ്റെതായിട്ടുള്ള ഒരു വാല്യൂ ഉണ്ട്. ഇന്ത്യൻ കൾച്ചറിന് നമ്മൾ അപ്ഹെൽഡ് ചെയ്യുന്ന കുറെ പോളിസീസ് ഉണ്ട്. അത് ഹ്യൂമൻ വാല്യൂസ് ആയിട്ട് റിലേറ്റ് ചെയ്ത് എങ്ങനെയാണെന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇന്ത്യൻ ഫിലോസഫിക്കലി, അതായത് നമ്മൾ ഐഡിയലൈസ് ചെയ്യുന്നതല്ല, അതായത് നീ ഇങ്ങനെ ആയിരിക്കണം, സ്ത്രീ ഇങ്ങനെ ആയിരിക്കണം, പുരുഷൻ ഇങ്ങനെ ആയിരിക്കണം, തേർഡ് ജെൻഡർ ഇങ്ങനെ ആയിരിക്കണം, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ജെൻഡേഴ്സ് ഇങ്ങനെ ആയിരിക്കണം എന്നുള്ളതല്ല. ഫിലോസഫിക്കലി എന്തൊക്കെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്, ഇപ്പൊ എന്താണ് നടക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ. ഹിസ്റ്ററി അറിഞ്ഞാലേ നിങ്ങൾക്ക് ഇപ്പൊ എന്താ നടക്കുന്നതെന്ന് മനസ്സിലാകത്തുള്ളൂ. കൾച്ചറൽ പ്ലൂറലിസം ഇൻ ഇന്ത്യൻ സൊസൈറ്റി. ഇന്ത്യൻ സൊസൈറ്റിയിൽ നമ്മൾ പല കൾച്ചേഴ്സ്, നമ്മുടെ ഇന്ത്യ അല്ലെങ്കിൽ കേരളം തന്നെ എടുക്കാം, നമ്മൾ പല ടൈപ്പ് ഓഫ് റിലീജിയൻ അല്ലെങ്കിൽ പല ടൈപ്പ് ഓഫ് കൾച്ചറൽ പ്രാക്ടീസസ് നമ്മൾ ചെയ്യുന്നതാണ്. ഇങ്ങനെ മറ്റൊരാളെ ഹാം ചെയ്യാതെ നമ്മുടെ കൾച്ചറൽ പ്രാക്ടീസസ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോവാം, ഇതിനെ പറ്റിയിട്ടൊക്കെ പറയുന്നതാണ്. പിന്നെ വാല്യൂസ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. നമുക്ക് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ കാര്യങ്ങൾ യൂസ് ചെയ്യുക, മേക്കിംഗ് സം സ്റ്റോറിങ് ഫോർ ദ ഫ്യൂച്ചർ. നമ്മുടെ പണ്ടത്തെ കാരണവന്മാരൊക്കെ ചെയ്തതുപോലെ തന്നെ അവർക്ക് വേണ്ട രീതിക്ക് അവർ ജീവിച്ചു, നമുക്ക് വേണ്ടി കുറച്ച് മാറ്റിവെച്ചു. അങ്ങനെ അതുപോലെ നമ്മൾ സസ്റ്റൈനബിൾ ആയിട്ട് നമ്മുടെ ഫ്യൂച്ചർ ജനറേഷന് വേണ്ടിയിട്ട് എങ്ങനെ ജീവിക്കും എന്നുള്ള കാര്യങ്ങൾ. തിയറിറ്റിക്കൽ ഫൗണ്ടേഷൻ, തിയറീസ് ഓഫ് ഗുഡ്നെസ്, തിയറീസ് ഓഫ് കണ്ടക്ട്, റീസൺ ആൻഡ് ഇമോഷൻ ഇൻ ഹ്യൂമൻ കണ്ടക്ട്, ക്യാരക്ടർ ആൻഡ് പേഴ്സണാലിറ്റി. ഓക്കെ, തിയറിറ്റിക്കൽ ആയിട്ടുള്ള ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ ഗുഡ്നെസ് എന്താണ്, ഒരു മനുഷ്യനിലുള്ള നന്മ എന്താണ്, അതിന് തിയറി ഉണ്ട്. ആക്ച്വലി തിയറി എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യൻ ഇങ്ങനെ ബിഹേവ് ചെയ്താൽ നന്മ, അങ്ങനെയല്ല. നമ്മളൊരു കാര്യം പഠിക്കുമ്പോഴത്തേക്കും ഒരു നല്ല മനുഷ്യനെ അല്ലെങ്കിൽ ഒരു നല്ല പൗരനെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെതായിട്ടുള്ള ഒരു തിയററ്റിക്കൽ ആയിട്ടുള്ള ഒരു കോഡ് ഓഫ് കണ്ടക്ട് ഉണ്ട്. അതെന്താണെന്നുള്ളത് നോക്കുന്നതാണ്. അതുപോലെ തന്നെ ഒരു സ്ഥലത്ത് ബിഹേവ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, നമ്മൾ എങ്ങനെ ഒരു സൊസൈറ്റിയിൽ ഇറങ്ങി ചെന്നാൽ അവിടെ എന്ത് ചെയ്യണം, ഇങ്ങനത്തെ ഒക്കെ കാര്യം എന്താണ് തിയറീസ് ഓഫ് കണ്ടക്റ്റിലാണ് വരുന്നുണ്ടാവുക. ഓക്കെ, പിന്നെ റീസൺസ് ആൻഡ് ഇമോഷൻസ് ഇൻ ഹ്യൂമൻ കണ്ടക്ട്. എന്തുകൊണ്ടാണ് മറ്റൊരാൾ ചെയ്യുന്ന ഒരു കാര്യം നമുക്ക് ബുദ്ധിമുട്ട് വരുന്നത്, അതായത് മറ്റൊരാളുടെ ശരി ഒരിക്കലും എന്റെ ശരിയായിരിക്കില്ലല്ലോ. അപ്പൊ അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള ഹ്യൂമൻ ഇമോഷൻസിൽ വരുന്ന മാറ്റങ്ങളെ പറ്റിയിട്ടൊക്കെ പഠിക്കുന്നു. സൈക്കോളജിക്കൽ പരമായിട്ട് നമ്മൾ ഡീൽ ചെയ്യേണ്ട ഒരു ഏരിയ ആണ്. പിന്നെ ക്യാരക്ടർ ആൻഡ് പേഴ്സണാലിറ്റി. ഒരാളുടെ ക്യാരക്ടർ അല്ലെങ്കിൽ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് നേരിട്ട് കാണുന്നത് പോലെയല്ല. നമ്മൾ അയാളോട് സംസാരിക്കുമ്പോഴും അയാളോട് ഇടപെടുമ്പോഴും ഹൗ ഗുഡ് ദാറ്റ് പേഴ്സൺ ഇസ് ഓർ ഹൗ ബാഡ് ദാറ്റ് പേഴ്സൺ ഇസ് എന്ന് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതാണ് ആ ഒരു സെഷൻ. പിന്നെ ബ്ലോക്ക് 4 വരുന്നത് സോഷ്യൽ ഡൈനാമിക്സ് ആൻഡ് വാല്യൂ ഡെവലപ്മെന്റ്, പ്രോസസ് ഓഫ് സോഷ്യലൈസേഷൻ, സോഷ്യൽ ഇന്ററാക്ഷൻസ് ആൻഡ് ഹ്യൂമൻ വാല്യൂസ്, കോൺഫ്ലിക്ട് ആൻഡ് റെസൊല്യൂഷൻസ്, പ്രോസസ് ഓഫ് ഹ്യൂമൻ അഡ്ജസ്റ്റ്മെന്റ്. ഓക്കെ, സോഷ്യലി നമ്മൾക്ക് സോഷ്യലൈസ് ചെയ്യുമ്പോൾ എന്താണ്, ഇപ്പൊ ചില ആൾക്കാർ പറയില്ല എനിക്ക് ഭയങ്കര സോഷ്യൽ ആങ്സൈറ്റി ആണ്, ഒരുപാട് ആൾക്കാരെ ഒരുമിച്ച് കണ്ടാൽ എനിക്ക് പേടിയാവും എന്നുള്ളത്. എങ്ങനെയാണ് നമ്മൾ സോഷ്യലൈസ് ചെയ്യുക? ഒരു വലിയ എൻവയോൺമെന്റിൽ വരുമ്പോഴത്തേക്കും നമ്മൾ എങ്ങനെ സോഷ്യലൈസ് ചെയ്യണം, മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യാതെ എങ്ങനെ സംസാരിക്കണം, ബേസിക് ആയിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യം അതാണ്. നമ്മൾ പറയുന്ന ഒരു കാര്യം മറ്റൊരാളെ വേദനിപ്പിക്കുന്നില്ല എന്നുള്ളത്, അറിഞ്ഞുകൊണ്ട് വേദനിപ്പിക്കുന്നില്ല. അറിയാണ്ട് അവർക്ക് വേദനിച്ച പിന്നെ നമുക്കൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അല്ലെ. അപ്പൊ അങ്ങനത്തെ പ്രോസസ് ഓഫ് സോഷ്യലൈസേഷൻ, എങ്ങനെയാണ് ഒരു സൊസൈറ്റിയിൽ ബിഹേവ് ചെയ്യുക എന്നുള്ളത്. സോഷ്യൽ ഇന്ററാക്ഷൻസ് ആൻഡ് ഹ്യൂമൻ വാല്യൂസ്. നമ്മൾ ഇന്ററാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഈ ഫോറിൻ കൺട്രീസിലൊക്കെ അവർക്ക് ഒരു കോഡ് ഓഫ് കണ്ടക്ട് ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇങ്ങനെ പറയണം, നിങ്ങൾ ഇങ്ങനെ ബിഹേവ് ചെയ്യണം.
ഇന്ന സ്ഥലത്ത് നിങ്ങൾ ഇങ്ങനെ ബിഹേവ് ചെയ്യണം, ഇന്ന സ്ഥലത്ത് ഇങ്ങനെ എന്നുള്ളത്. കോഡ് ഓഫ് കണ്ടക്ട് നമുക്ക് ഇന്ത്യക്കും ഉണ്ട്, ഇന്ത്യൻ സൊസൈറ്റിയിലും ഉണ്ട്. അപ്പൊ അത് എന്തൊക്കെയാണ് എന്നുള്ളത്, നോർമൽ ആയിട്ടുള്ള വേൾഡിൽ ലീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. പിന്നെ കോൺഫ്ലിക്ട്സ് ആൻഡ് റെസൊല്യൂഷൻ. ഒരുപാട് പ്രശ്നങ്ങൾ വരും. ഇപ്പൊ നമ്മുടെ സ്വന്തം വീട്ടിൽ തന്നെ നമ്മൾ അഭിപ്രായ വ്യത്യാസങ്ങൾ വരുന്നുണ്ടാവും. അതിനെ എങ്ങനെ റിസോൾവ് ചെയ്യാം, വളരെ നയപരമായിട്ട് എങ്ങനെ റിസോൾവ് ചെയ്യാം. നമ്മൾ പറയില്ലേ, നന്നായി സംസാരിക്കാൻ, മാനിപ്പുലേറ്റ് ചെയ്യാനൊക്കെ പറ്റുന്ന ആൾക്കാര് നല്ല രാഷ്ട്രീയക്കാരാവുന്നു. അങ്ങനെയല്ല. നോർമൽ ആയിട്ട് മറ്റൊരാളെ നയപരമായിട്ട് സംസാരിക്കാനും അവരോട് വളരെ എന്താ പറയാ താത്വികമായിട്ടൊന്നും നിങ്ങൾ അവലോകിക്കേണ്ട ആവശ്യമില്ല. നോർമൽ ആയിട്ട് നിങ്ങൾക്ക് സംസാരിക്കുമ്പോൾ ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്ന രീതിയിൽ എന്തൊക്കെയാണെന്നുള്ളത്. പിന്നെ ഹ്യൂമൻ അഡ്ജസ്റ്റ്മെന്റ്. നമ്മൾ അഡ്ജസ്റ്റ്മെന്റിനെയൊക്കെ കൂടുതൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. ഒരു മനുഷ്യനെ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ പറ്റും. അതൊരു സൊസൈറ്റി ആയിക്കോട്ടെ, എന്ത് ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പിലായാലും നമുക്ക് ആ അഡ്ജസ്റ്റ്മെന്റ് വേണ്ടതാണ്. നമ്മുടെ ഇപ്പം എന്താ പറയാ ഫാമിലി റിലേഷൻഷിപ്പിലായിക്കോട്ടെ, സൊസൈറ്റൽ റിലേഷൻഷിപ്പിലായിക്കോട്ടെ, എപ്പോഴും ഒരു അഡ്ജസ്റ്റ്മെന്റ് വേണം. നമ്മൾ ഒരാളുടെ കൂടെ ജീവിക്കുമ്പോൾ എപ്പോഴും, അല്ലെങ്കിൽ നമ്മൾ ഒരു സൊസൈറ്റിക്കകത്ത് ജീവിക്കുമ്പോൾ ദർ ഷുഡ് ബി സം അഡ്ജസ്റ്റ്മെന്റ്. എന്റെ കാര്യം ഞാൻ മാത്രം എന്ന് പറയുന്ന സെൽഫിഷ്നെസ് അല്ല. അപ്പൊ എങ്ങനെയാണ് ആ അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ വരുന്നത് എന്നുള്ളത്. പിന്നെ സോഷ്യൽ എൻഗേജസ്, വാല്യൂ ഡെവലപ്മെന്റ് ത്രൂ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഫാമിലി ആൻഡ് നൈബർഹുഡ്, സ്കൂൾ ആൻഡ് പിയർ, റോൾ ഓഫ് പാരന്റ്സ്, ഇൻഫ്ലുവൻസ് ഓഫ് മീഡിയ ഓൺ വാല്യൂ ഡെവലപ്മെന്റ്. അതായത് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഒരു ഫാമിലിക്ക്, ഒരു നൈബർഹുഡിന് എങ്ങനെയായിരിക്കും സൊസൈറ്റിയിലെ വാല്യൂസ് അപ്ഹെൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ റോൾ എന്താണ്, സ്കൂളിന്റെ റോൾ എന്താണ്, പിയറിന്റെ റോൾ എന്താണ്, പിയേഴ്സ് എന്ന് വെച്ചാൽ ഫ്രണ്ട്സിന്റെ റോൾ എന്താണ് എന്നുള്ളത്. കുറെ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നമ്മളെ വീട്ടുകാർ പറഞ്ഞു തരുന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ ഫ്രണ്ട്സ് പറഞ്ഞു തരുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ മനസ്സിലാവൂലേ. ഇപ്പൊ നമ്മുടെ വീട്ടിലെ അച്ഛനും അമ്മയും ഒക്കെ ചില കാര്യങ്ങൾ പറയുമ്പോൾ, അല്ലെങ്കിൽ ഹസ്ബൻഡിന്റെ ഇൻലോസ് ഒക്കെ പറയുന്ന ചില കാര്യങ്ങൾ നമുക്ക് കോൺട്രഡിക്ടറി ആയിട്ട് വരാം. പക്ഷെ അത് നമ്മുടെ ഏറ്റവും നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ട് പറയുവാണ്, എടാ ഇങ്ങനെയാണ് സംഭവം, ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു ഇൻഫ്ലുവൻസ് എന്താണ് എന്നുള്ളത്. റോൾ ഓഫ് പാരന്റ്സ്. ഒരു കുട്ടിയെ വാർത്തെടുക്കുന്നതിൽ പാരന്റ്സിന്റെ റോള് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ടാണ് ഇപ്പൊ പറയുന്നത്, നിങ്ങൾ പാരന്റ് ആവാൻ റെഡി ആകുമ്പോൾ മാത്രം നിങ്ങൾ ഒരു കുട്ടിയെ കൺസീവ് ചെയ്യാന്നുള്ളത്. കാരണം ഒരു ജനറേഷനെ, അല്ലെങ്കിൽ നെക്സ്റ്റ് ആയിട്ടുള്ള ഒരു വലിയ ഉള്ളൊരു സൊസൈറ്റിയെ ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ ബിൽഡ് ചെയ്ത് വരുന്നത്. അപ്പൊ പാരന്റ്സിന് അതിൻ്റെതായിട്ടുള്ള റൂൾസ് ഉണ്ട്. എന്ന് വിചാരിച്ച ഒരു കുട്ടിയുടെ ഫുൾ ബിഹേവിയറൽ എല്ലാ കാര്യങ്ങളും പാരന്റ്സിനല്ല. പാരന്റ്സ് പറഞ്ഞു കൊടുക്കുക, ബാക്കി കാര്യങ്ങളും കുട്ടി സൊസൈറ്റിയിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് വരട്ടെ എന്നുള്ളതാണ്. ഇൻഫ്ലുവൻസ് ഓഫ് മീഡിയ. ഓക്കെ, മീഡിയക്ക് ഭയങ്കരമായിട്ടുള്ള ഇൻഫ്ലുവൻസ് ഉണ്ട്. ഒരു കാര്യം തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും ആ കാര്യം ആവർത്തിച്ച് പറഞ്ഞാൽ നമുക്കത് ശരിയാണെങ്കിലും തെറ്റാണെന്നുണ്ടെങ്കിൽ നമ്മുടെ തലയിൽ ഫീലാവും. ഒരാളെ പറ്റി മോശമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരുന്നാൽ നമ്മൾ എന്നെ ചിന്തിക്കും, ശരിക്കും അയാൾ മോശമാണ്. ഇനി അയാളെ പറ്റി നല്ലത് മാത്രം വന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ശരിക്കും അയാൾ നല്ലതാണല്ലേ, അപ്പൊ അയാൾക്ക് അങ്ങനെ ഉണ്ടല്ലേ. മീഡിയക്ക് ഒരു പ്രത്യേക റൂൾ ഉണ്ട് നമ്മളെ ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ ഭയങ്കരമായിട്ട് സ്ട്രോങ് ആയിട്ട് ഇരിക്കുവാണ്. അങ്ങനത്തെ കാര്യങ്ങൾ എങ്ങനെയാണ് മീഡിയക്ക് ഡെവലപ്മെന്റ് ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു എസ്സേ ടൈപ്പ് ഒക്കെ വരുന്ന രീതിയിൽ അണ്ടർസ്റ്റാൻഡിങ് ഉള്ളതാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് സിലബസ് ഡീകോഡിംഗിൽ വരുന്നത്. ഇനി മാപ്പിംഗ്, യൂണിറ്റ് ആൻഡ് റിസോഴ്സസ്. എന്തൊക്കെയാണ് ലേൺ വൈസിലുള്ള കാര്യങ്ങൾ, എങ്ങനെയാണ് നിങ്ങൾക്ക് അത് മേക്ക് യൂസ് ചെയ്യാൻ പറ്റുക, എന്താണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉള്ളത് ഈ റിസോഴ്സസ്. അതായത് ഒരു യൂണിറ്റിനെ മൊത്തത്തിൽ നിങ്ങൾ പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം, റെക്കോർഡഡ് ലെക്ചേഴ്സ് ആണല്ലോ നമ്മുടെ ലേൺ വൈസ് പ്ലാറ്റ്ഫോമിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. റെക്കോർഡഡ് ലെക്ചേഴ്സ് കണ്ട്, അല്ലെങ്കിൽ ഹെൽപ്പ് ബുക്ക്, അല്ലെങ്കിൽ വാല്യൂ ആഡഡ് നോട്ട്സ്, ബോത്ത് ആർ സെയിം. അതായത് റിവിഷൻ നോട്ട്സ് നോക്കിയിട്ട് ആ ടോപ്പിക്കിനെ പറ്റിയിട്ട് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കിയെടുക്കുക ആദ്യം. അതാണ് നിങ്ങൾ ഒരു ബേസിക് ആയിട്ട് ചെയ്യേണ്ടത്. അണ്ടർസ്റ്റാൻഡ് ദാറ്റ് പെർട്ടിക്കുലർ ടോപ്പിക്, അല്ലെങ്കിൽ ദ സബ്ജക്ട് വിച്ച് യു ആർ ഗോയിങ് ടു ലേൺ ത്രൂ റെക്കോർഡഡ് ലെക്ചേഴ്സ് ഓർ ദ ഹെൽപ്പ് ബുക്ക് ഓർ വാല്യൂ ആഡഡ് നോട്ട്സ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ SLM, ഇഗ്നോയുടെ SLM എന്ന് പറയുന്നത് സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ ആണ്. വോട്ട് സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ? ടെക്സ്റ്റ് ബുക്കിന്റെ തന്നെ ഈ ബുക്ക് കോപ്പിയാണ്. ടെക്സ്റ്റ് ബുക്കിലൂടെ ചുമ്മാ നിങ്ങൾ ഗോ ത്രൂ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ ലാക്ക് ചെയ്യുന്നുണ്ട്, എനിക്ക് ചില കാര്യങ്ങൾ മനസ്സിലാവുന്നില്ല, ഇതിന്നൊക്കെ ഒരു ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് ഉണ്ടോ? സോ ഗോ ഫോർ ദ എക്സാം പീഡിയ പാറ്റേൺസ്. അതെന്താ നിങ്ങൾ നോക്കേണ്ടത്? എക്സാം സ്പെഷ്യൽ ഗൈഡ് എന്ന് പറയുന്ന ഒരു സംഭവം നമ്മുടെ ആപ്പിനകത്ത് അവൈലബിൾ ആണ്, ഒരു മെറ്റീരിയൽ സപ്പോർട്ടാണ്. നിങ്ങൾ അത് നോക്കുക, അത് ലേൺ ചെയ്യുക, അതിന്റെ ആൻസേഴ്സ് സ്വന്തമായിട്ട് തന്നെ ചോദിക്കുക. എന്നിട്ട് ആൻസേഴ്സും കൂടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൊത്തത്തിൽ ആ റിസോഴ്സസിനെ പറ്റിയിട്ട്, അല്ലെങ്കിൽ ആ യൂണിറ്റിനെ പറ്റിയിട്ട് മൊത്തത്തിലൊരു അണ്ടർസ്റ്റാൻഡിംഗ് ആവും. ആദ്യം നിങ്ങൾ റെക്കോർഡഡ് വീഡിയോസ് കാണുക, HP നോക്കിയിട്ട് ഒരു അണ്ടർസ്റ്റാൻഡിംഗ് വരുത്തുക. എന്നിട്ട് നിങ്ങൾ SLM നോക്കി പഠിക്കുക, കാര്യങ്ങൾ വൃത്തിയായിട്ട് പഠിക്കുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ആ എക്സാം സ്പെഷ്യൽ ഗൈഡ് എന്ന് പറയുന്ന കാര്യം കൂടെ നോക്കിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ നിങ്ങൾക്ക് ആ സബ്ജക്ട് നല്ല രീതിക്ക് നിങ്ങൾക്ക് ഒരു അണ്ടർസ്റ്റാൻഡിംഗ് വരുത്തിയെടുക്കാൻ പറ്റും.
ഇനി ഫാസ്റ്റ് പാത്ത് എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുള്ള കാര്യമാണ്, മാം എനിക്ക് ഇങ്ങനെ റെക്കോർഡഡ് വീഡിയോസ് ഒക്കെ കണ്ട് കുറെ സമയമൊന്നും ചെലവഴിക്കാനില്ല. ഇല്ലെങ്കിൽ നമുക്ക് വേറെ വഴിയുണ്ട്. ബിസിയാണ്, നിങ്ങൾ ഈ വീക്ക് ബിസിയാണ്, അല്ലെങ്കിൽ ബിസി ആയിട്ടുള്ള ഒരു സ്കെഡ്യൂളിലൂടെ പോകുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, റെക്കോർഡഡ് ലെക്ചേഴ്സ് നിങ്ങൾ 1.25 സ്പീഡിൽ കാണാം. ഹെൽപ്പ് ബുക്ക് ഒരു സമ്മറി ആയിട്ടും കൂടെ സൂക്ഷിക്കുക. ഈ ഹെൽപ്പ് ബുക്ക് സമ്മറി നിങ്ങൾ യൂസ് ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ നോട്ട്സും കൂടെ എഴുതിയെടുക്കാനായിട്ട് നോക്കുക. ഈ 1.25 ലെക്ചറിൽ വെറുതെ എന്തെങ്കിലും കേട്ടോണ്ടിരിക്കുകയല്ല, ആ കേൾക്കുന്ന കാര്യം കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങൾ ഹെൽപ്പ് ബുക്കിന്റെ സമ്മറിയും കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ, ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഓക്കെ, ഈ ഇതിനകത്ത് ഇത്രയും ടോപ്പിക്സ് ഒക്കെയാണ് നമുക്ക് നോക്കേണ്ടത് എന്ന് മനസ്സിലാക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വന്ന് നോക്കിയാൽ മതിയല്ലോ, എപ്പോഴാ ഫ്രീ ആവുക എന്നുള്ള സമയത്ത്. അപ്പൊ ബിസി ആണെന്നുണ്ടെങ്കിൽ റെക്കോർഡഡ് ലെക്ചേഴ്സ് അങ്ങനെ നിങ്ങൾ നോക്കാനായിട്ട് നോക്കാം. ഇനി എക്സാം അടുത്ത് വന്നു, ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല, ഇനി എന്ത് ചെയ്യും? അങ്ങനെ പൊതുവേ വരുന്ന ഒരു കൺസേൺ അല്ലേ നിങ്ങൾക്ക്? അതായത് എക്സാമിന്റെ സമയമാകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത്, റെക്കോർഡഡ് വീഡിയോസ് ഇരുന്ന് കാണണോ, എന്താ ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ല. നിങ്ങൾ ഏറ്റവും കൂടുതൽ നോക്കേണ്ടത് എക്സാം പീഡിയ എന്ന് പറയുന്നതാണ്. എക്സാം പീഡിയ അല്ലെങ്കിൽ നമ്മുടെ എക്സാം സ്പെഷ്യൽ ഗൈഡ് എന്ന് പറയുന്ന അത് നോക്കുക. അതിൽ ക്വസ്റ്റ്യൻ ആൻസർ ഫോർമാറ്റിലെല്ലാം കൊടുത്തിട്ടുണ്ടാവും. അത് നിങ്ങൾ മൊത്തത്തിൽ ഒന്ന് നോക്കി അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇവിടുന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് എന്ന് പറയുന്ന ഒരു സെഷൻ ഉണ്ടാവും. അതിന്റെ വീഡിയോസ് നോക്കുക. എന്നിട്ട് 2 പ്രാവശ്യം ഒന്ന് എഴുതി നോക്കി ഹെൽപ്പ് ബുക്ക് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മറച്ചൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇഗ്നോ ഫോക്കസ്, എക്സാം സ്പെഷ്യൽ ഗൈഡ്, ഇത്രയും കാര്യങ്ങൾ നോക്കിയാൽ തന്നെ അതിലേക്ക് ഒരു അണ്ടർസ്റ്റാൻഡിങ് വരും. ഒന്നും അറിയാത്ത ഒരാൾക്ക് ഒരിക്കലും ഇത് പഠിച്ചത് കൊണ്ട് മാത്രം പാസ് മാർക്ക് കിട്ടും എന്നല്ല പറഞ്ഞു വരുന്നത്. എക്സാമിന്റെ സമയമാകുമ്പോഴത്തേക്കും സ്ട്രാറ്റജിക്കലി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഓക്കെ, ഞാൻ മാധവി മാം പറഞ്ഞു എക്സാമിന്റെ സമയമാകുമ്പോഴത്തേക്ക് എക്സാം പീഡിയ മാത്രം നോക്കിയാൽ മതി പാസ്സാവാൻ. അങ്ങനെയല്ല. നേരത്തെ നിങ്ങൾക്ക് പഠിച്ച് ഒരു അണ്ടർസ്റ്റാൻഡിങ് വെച്ച കാര്യം എക്സാം ആകുമ്പോഴത്തേനും സ്ട്രാറ്റജിക്കലി ഇങ്ങനെ നോക്കാം. റെക്കോർഡഡ് വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കാനായിട്ടുള്ള സമയമാണോ നിങ്ങൾക്കുള്ളത്? അല്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻസ് കൂടുതൽ സോൾവ് ചെയ്യാനായിട്ട് നോക്കണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ സോൾവ് ചെയ്യാൻ നോക്കണം. അങ്ങനെയാണ് അതിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് കൺസെപ്റ്റ് ഭയങ്കര ടഫാണ്, എനിക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല, ഞാൻ എന്ത് ചെയ്യും? ഹെൽപ്പ് ബുക്കിലുള്ള ചെറിയ ചെറിയ ഷോർട്ട് ഡയഗ്രാംസ് കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ എടുത്ത് നോക്കാനായിട്ട് നോക്കാം. നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ആവും. ഓക്കെ, ഇതൊക്കെയാണ്, ഇത്രയേ ഉള്ളൂ. അതായത് ഒരുപാട് പാരഗ്രാഫ് ഒക്കെ കാണുമ്പോൾ നമുക്ക് പൊതുവെ ഒരു മടി വരും, അതൊക്കെ വായിക്കണോ എടുക്കണോ. അപ്പൊ എന്ത് ചെയ്യാം, നേരെ നമ്മുടെ ഹെൽപ്പ് ബുക്കിലേക്ക് പോവുക, വാല്യൂ ആഡഡ് നോട്ട്സിലേക്ക് പോവുക. ഇവിടെ ഫ്ലോ ചാർട്ട് പോലെയൊക്കെ കൊടുത്തിട്ടുണ്ടാവും, അത് ജസ്റ്റ് ഒന്ന് നോക്കുക. എന്നിട്ട് റെക്കോർഡഡ് ലെക്ചർ സ്ലോ ആയിട്ട് കേൾക്കുക. 1.525 സ്ലോ ആയിട്ട് കേൾക്കുക, അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, എക്സാം പീഡിയയിൽ നോക്കുക. നിങ്ങൾക്കൊരു ഓവറോൾ ഫ്രെയിം വർക്ക് ഉണ്ടാക്കിയെടുക്കുക. നിങ്ങൾ മെന്റർഷിപ്പ് പ്രോഗ്രാം ചൂസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ മെന്റേഴ്സിനോട് ഡയറക്റ്റ് നിങ്ങൾ ചോദിക്കുക, എന്താണ് ഓക്കെ, എനിക്ക് ഈ ടോപ്പിക് ഒട്ടും മനസ്സിലാവുന്നില്ല. അപ്പൊ മെന്റേഴ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. മെന്റർഷിപ്പ് പ്രോഗ്രാം എടുത്തവര്, അങ്ങനെയുള്ള ആൾക്കാർ, അങ്ങനെ ആ രീതിയിൽ നിങ്ങൾക്ക് സപ്പോർട്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെടുത്ത് ഡയറക്റ്റ് ചോദിക്കാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ലൈവ് റിവിഷൻ വരുമല്ലോ, സമയത്ത് നിങ്ങൾക്ക് ചോദിക്കാം. ഒട്ടും മനസ്സിലാവാത്ത ടോപ്പിക്സ് ഉണ്ടാവാം, മേ ബി ദർ വിൽ ബി ഫ്യൂ ടോപ്പിക്സ് ലൈക്ക് ദാറ്റ്, അങ്ങനെയൊക്കെ ഉണ്ടാവാം. അപ്പൊ അതൊന്ന് ചോദിക്കുക, കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ വരുമ്പോഴേ. പിന്നെ കോർ ആയിട്ടുള്ള സ്റ്റഡി ഹാക്ക് എന്താണ്? ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് റെക്കോർഡഡ് ലെക്ചേഴ്സ് സ്റ്റാർട്ട് ചെയ്യുക. ആദ്യം സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ റിവൈസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് 1.25 ഇതില് ചെറിയ ചെറിയ കീ നോട്ട്സ് ഒക്കെ അതിൽ നോട്ട് ചെയ്തെടുക്കാം. അതായത് ലെസൺ 1 ഞാനിപ്പോ ഫുഡ് സേഫ്റ്റിയിൽ ഒരു വേർഡ് കണ്ടു, അത് കീ നോട്ട്സ് ആയിട്ട് അല്ലെങ്കിൽ ടൈം സ്റ്റാമ്പ്സ് യൂസ് ചെയ്തിട്ട് നമ്മളിങ്ങനെ എഴുതി വെക്കാം. നമുക്ക് സ്വന്തമായിട്ട് നോട്ടുള്ളത് എപ്പോഴും നല്ലൊരു കാര്യമാണ്. എന്നിട്ട് നമ്മളിങ്ങനെ പ്രോട്ടിപ്പായിട്ട് ഇങ്ങനെ യൂസ് ചെയ്യുക. അത് അയ്യോ, ഞാൻ എന്തിനായിരുന്നു ഇവിടെ ഇതൊക്കെ നമ്മൾ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു, ഓക്കെ ഈ ടോപ്പിക് എനിക്ക് അറിയാത്തത് കൊണ്ടാണ് ഞാൻ ഇതിവിടെ ബുക്ക് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മാർക്ക് ചെയ്ത കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നുകിൽ ലൈവ് സെഷൻസ് വരുമ്പോൾ നിങ്ങൾ ക്ലിയർ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ അതത് മെന്ററിനോടോ LSEസിനോടോ ഡയറക്റ്റ് ടോപ്പിക് സ്പെസിഫൈ ചെയ്ത് അവർക്ക് അയച്ചു കൊടുത്താൽ അവരത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, നിങ്ങളിപ്പം മെന്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പം എന്റെ അണ്ടറിൽ വരുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ എന്നോട് ചോദിക്കാം. ബാക്കി ഇപ്പൊ വേറെ ആരുടെങ്കിലും അണ്ടറിൽ വരുന്നതാണ് എന്നുണ്ടെങ്കിൽ LSEs ആണെങ്കിൽ അവരുടെ അടുത്ത് ഡയറക്റ്റ് ചോദിക്കുക കേട്ടോ. അപ്പൊ അതിന്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് കിട്ടും. പിന്നെ കോർ ആയിട്ടുള്ള സ്റ്റഡി ഹാക്സിൽ വരുന്ന ഹെൽപ്പ് ബുക്ക് എന്തിനാണ് നമുക്ക്? ഹെൽപ്പ് ബുക്ക് എന്ന് പറയുന്നത് ഈ എക്സാമിന് സമയമാകുമ്പോഴത്തേക്കും ചില ബ്ലോക്സ് നമുക്ക് മൊത്തത്തിൽ കവർ ചെയ്യാനായിട്ടൊന്നും പറ്റത്തില്ല. നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു ഹെൽപ്പ് ബുക്ക് യൂസ് ചെയ്തിട്ട് അതിൽ കുഞ്ഞു കുഞ്ഞു പോയിന്റ്സ് ആക്കിയിട്ട് നമ്മൾ എക്സ്പ്ലനേഷൻസും കാര്യങ്ങളൊക്കെ നോക്കും. എന്നിട്ട് അതായത് ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ ഒരു യൂണിറ്റിനെ പറ്റിയിട്ടുള്ള ഓവറോൾ അണ്ടർസ്റ്റാൻഡിങ് വരുത്താനായിട്ട് ഈ ഹെൽപ്പ് ബുക്കിന് നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റും. അതായത് നമുക്കൊന്ന് റിവൈസ് ചെയ്തെടുക്കണം. ഞാൻ ചില ടോപ്പിക്സ് ഒക്കെ മറന്നുപോയി. അപ്പൊ ഈ ഹെൽപ്പ് ബുക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ചില ടോപ്പിക്സ് നിങ്ങൾക്ക് കൂടുതൽ വേണം എന്നുള്ളത്. അപ്പൊ നിങ്ങൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ച നോട്ട്സോ അല്ലെങ്കിൽ എക്സാം പീഡിയോ അല്ലെങ്കിൽ SLMO നോക്കിയിട്ട് അതൊന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് വെക്കാം.
എല്ലാത്തിലേക്കും ഒന്ന് ഓടിച്ചെത്താനായിട്ട് നമുക്ക് ഈ ഒരു ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഒരു വൺ ലെങ്ത് ആയിട്ടുള്ള ഡെഫിനേഷൻസ് ഒക്കെ അല്ലേ അതിനകത്ത് ഉണ്ടാവുള്ളൂ. കുഞ്ഞു കുഞ്ഞു നോട്ട്സ് അല്ലേ ഉണ്ടാവുള്ളൂ. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് വായിക്കാനും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് എന്താ ഞാൻ ഇത്രയും യൂണിറ്റ്സ് കവർ ചെയ്തു എക്സാമിന് എന്നുള്ള ഒരു സാറ്റിസ്ഫാക്ഷനും കിട്ടും. ഓക്കെ, അപ്പൊ അത് നിങ്ങൾക്ക് കോൺഫിഡൻസ് കുറച്ചും കൂടി ബൂസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. നേരെ മറിച്ച് എല്ലാം തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ടെൻഷൻ കൂടും. ഇത്രയും കംപ്ലീറ്റ് ചെയ്തില്ലല്ലോ, ഇത്രയും കംപ്ലീറ്റ് ചെയ്തില്ലല്ലോ. നേരെ മറിച്ച് ഹെൽപ്പ് ബുക്ക് ഒന്ന് നോക്കിയിട്ട് അറിയാത്ത പോർഷൻസ് എല്ലാം ഒക്കെ നോക്കി പഠിക്കുമ്പോൾ കുറച്ചും കൂടെ നല്ലതാണ്. ഓക്കെ, പിന്നെ എക്സാംപീഡിയ എന്ന് പറയുന്നത് അതെന്ന് പറയുന്നത് എന്താണ്, ടോപ്പ് ആയിട്ടുള്ള എന്താ പറയാ ചോദിച്ചിരിക്കുന്ന പ്രീവിയസ് ഇയറിൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും അതിനകത്ത് കൊടുത്തിട്ടുണ്ടാവുക. അപ്പൊ അതിൽ ചില ഫ്രേസസ്, ചില ആൻസേഴ്സ് നിങ്ങളൊന്ന് മെമ്മറൈസ് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പൊ അതൊക്കെ എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് പ്രോ ടിപ്പാണ് നിങ്ങൾക്ക് നല്ല രീതിക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ചില ന്യൂ വേർഡ്സ് ഒക്കെ ഉണ്ടാവില്ലേ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനെ റിലേറ്റ് ചെയ്ത് ടെക്സ്റ്റ് ബുക്കിലെ സെന്റൻസസ് എഴുതുന്നത് തന്നെയാണ് നല്ലത്. പക്ഷെ അതല്ലാതെ നമുക്ക് ചില പ്രോ ടിപ്സ് പോലെ പറയാനുള്ളതാണ്. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാല് ടോപ്പായിട്ട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസിനും അതിൻ്റെതായിട്ടുള്ള ഒരു ആൻസർ ഉണ്ടാവുമല്ലോ. അതായത് ഓരോ ക്വസ്റ്റ്യന് അതിൻ്റെതായിട്ടുള്ള ആൻസേഴ്സ് ഉള്ളത് ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ അതൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ വരുന്നതായിരിക്കും. ഓക്കെ, പിന്നെ നമ്മുടെ അസൈൻമെന്റ് ആൻസർ ഗൈഡ് ബുക്ക് അതത് റിലീസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസിന്റെ അസൈൻമെന്റ് ക്വസ്റ്റ്യൻസിന്റെ ക്വസ്റ്റ്യനും ആൻസറും നമ്മുടെ ആപ്പിനകത്ത് അവൈലബിൾ ആയിരിക്കും. അപ്പൊ നിങ്ങൾ അതൊന്ന് ജസ്റ്റ് നോക്കിയാൽ മതി. നോക്കി അത് തന്നെ കോപ്പി ചെയ്ത് എഴുതരുത്. മേക്ക് ഇറ്റ് എസ് എ ഗൈഡ് ബുക്ക്. ഇത് കൊടുത്തിരിക്കുന്ന പോലെ തന്നെ ഗൈഡ് ബുക്ക് ആയിട്ട് യൂസ് ചെയ്യുക. എന്നിട്ട് അതൊന്ന് റെഫർ ചെയ്തിട്ട് പഠിക്കാനായിട്ട് നോക്കാം. ഓക്കെ, അങ്ങനെ തന്നെ നമ്മൾ ഈ കോപ്പി പേസ്റ്റ് ചെയ്യുന്ന പരിപാടി ചെയ്യരുത്. ഇതൊരിക്കലും നല്ലതല്ല. നമ്മുടെ ക്രിയേറ്റീവ് സ്കിൽസിനൊക്കെ ബാധിക്കുന്നതാണ്. എന്ന് വിചാരിച്ചാൽ അതിൽ ആൻസേഴ്സ് തെറ്റാണെന്നല്ല പറഞ്ഞു വരുന്നത്. നിങ്ങൾ എഴുതുമ്പോഴത്തേനും അതൊന്ന് റെഫർ ചെയ്തിട്ട് എഴുതാം. ഒരു കാര്യം നമ്മൾ റെഫർ ചെയ്ത് പഠിച്ചാൽ നമ്മൾ ഒരിക്കലും മറക്കില്ല, അല്ലെ? അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിനകത്തൊന്ന് ചെയ്യാനായിട്ട് നോക്കാം. പിന്നെ നമുക്ക് അതല്ലാതെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് എന്ന് പറയുന്ന ഇഗ്നോ ഫോക്കസ് എന്ന് പറയുന്ന രീതിയിൽ വരുന്നതാണ്. നിങ്ങൾക്ക് ഇപ്പം ലേൺ വൈസിന്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിൽ നോക്കിക്കഴിഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഇപ്പൊ നിങ്ങളുടെ പേപ്പറിന്റെ കാണുന്നുണ്ടാവില്ല, കാരണം ഇതൊരു ന്യൂലി റിലീസ്ഡ് ആയിട്ടുള്ള കോഴ്സാണ്. അപ്പൊ അതായത് നമ്മുടെ ഇവിടുത്തെ മെഷീൻ ലേണിംഗ് ടൂൾസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മുടെ ഇവിടുത്തെ സബ്ജക്ട് മാറ്റർ എക്സ്പേർട്സ് എല്ലാവരും കൂടെ ഇരുന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫോക്കസ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട ഏരിയാസ് ഏതൊക്കെയാണ്, ഏതൊക്കെ ബ്ലോക്ക് നിങ്ങൾ പഠിച്ചിട്ട് പോകണം എന്നുള്ളതാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് എന്ന് പറയുന്ന സെഷനിൽ ചെയ്യുന്നുണ്ടാവുക. അതൊന്ന് നോക്കി എക്സാമിന് പോകുന്നതിന് മുമ്പ് 2 ദിവസം മുമ്പൊക്കെ അത് നോക്കിയിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഏത് ഏരിയ ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ നമുക്ക് മാർക്ക് കൂടുതൽ സ്കോർ ചെയ്യാനുള്ളത്. ഇൻ ദി എൻഡ് നമ്മുടെ എയിം എന്താണ്, പാസ് ആവുക, മാർക്ക് അത്യാവശ്യം നല്ല രീതിക്ക് വാങ്ങിക്കുക എന്നുള്ളതാണ്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും PYQAയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. പിന്നെ മെന്റർഷിപ്പ് പ്രോഗ്രാം എടുത്ത ലേണേഴ്സ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈവ് സെഷൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ എക്സാം സ്പെഷ്യൽ ലൈവ് സെഷൻസും ഉണ്ടാവും. ചിലപ്പോൾ ചില ഏരിയാസ് ഇപ്പം കോമൺ ആയിട്ട് നിങ്ങൾ പറയാണ്, മാം എനിക്ക് ഇന്ന പോർഷൻ ഒട്ടും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ 13 ലേണേഴ്സ് ഉണ്ട് വിചാരിക്കുക. ഒരു 10 പേര് അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള സെഷൻസ് ഒക്കെ മെന്റേഴ്സിന് എടുത്തു തരാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ ലൈവ് സെഷൻസിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് നിങ്ങൾക്ക് എടുത്ത ഫാക്കൽറ്റീസിന്റെ അടുത്ത് ഡൗട്ട് ചോദിക്കും. അവരുടെ അടുത്ത് നിന്ന് കിട്ടുമ്പോൾ ഒരു ഫസ്റ്റ് ഹാൻഡ് ആയിട്ടുള്ള ഒരു ആൻസേഴ്സ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇതൊന്നും നിങ്ങൾക്ക് കിട്ടി സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, എന്റെ അടുത്ത് അല്ലെങ്കിൽ ആരാണോ നിങ്ങളുടെ അതത് അസൈൻ ചെയ്ത മെന്റേഴ്സ് അവരുടെ അടുത്ത് ചോദിക്കുക. അപ്പൊ അവരത് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. ഓക്കെ, അങ്ങനെയാണ് മെന്റർഷിപ്പ് പ്രോഗ്രാമിൽ വരുമ്പോൾ. അത് പൊതുവെ മെന്റർഷിപ്പ് പ്രോഗ്രാമിൽ വരുന്ന ഒരു ഫീച്ചറാണ്. അതും കൂടെ നമ്മളൊന്ന് ഹൈലൈറ്റ് ചെയ്തതാണ്. ഓക്കെ, പിന്നെ മെന്റർഷിപ്പ് ആൻഡ് കെയർ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളുടെ പെർഫോമൻസിന് ഒരു ക്ലിയർ ആയിട്ടുള്ള ഐഡിയ. ഇപ്പം എന്റെ അണ്ടറിലുള്ള സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് അറിയാൻ പറ്റുമായിരിക്കും നിങ്ങൾ എങ്ങനെയായിരിക്കും എന്താ പറയാ മോണിറ്റർ ചെയ്യുന്നുണ്ടാവുക, എങ്ങനെയായിരിക്കും നിങ്ങൾ പഠിക്കുന്നുണ്ടാവുക എന്നുള്ള ഒരു ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. അങ്ങനെ ഒരു പെർഫോമൻസ് ചാർട്ട് നമ്മുടെ അടുത്ത് ഉണ്ടാവും. നിങ്ങൾ പോലും അറിയാതെ നമുക്കൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. അതിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക, മെന്റർഷിപ്പിലും കെയറിലും നമുക്ക് ഉണ്ടാവുന്നത് ഇഗ്നോ മോഡൽ എക്സാം സെലക്ട് ചെയ്ത ഒറ്റ പേപ്പറിന് നമ്മളൊരു മോഡൽ എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എക്സാം രജിസ്ട്രേഷൻ ആവുന്ന സമയത്ത് ഹെൽപ്പ് ഡെസ്ക് ഉണ്ടാവും ഇവിടെ. അപ്പൊ സ്വന്തമായിട്ട് എക്സാം രജിസ്റ്റർ ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് ഇതുപോലെ അഡ്മിഷൻ സപ്പോർട്ട് പോലെ തന്നെ എക്സാമിന്റെ സമയമാകുമ്പോൾ നമുക്കൊരു ടേമിൽ എൻഡ് എക്സാമിനേഷൻ ഹെൽപ്പ് ഡെസ്ക് എന്ന് പറയുന്ന ഒരു ഹെൽപ്പ് ഡെസ്ക് ഉണ്ടാവും. ഹാപ്പിനെസ് അംബാസിഡർ സെഷൻസ് ഉണ്ടാവും. ഹാപ്പിനെസ് അംബാസിഡർ സെഷൻസ് എന്ന് പറഞ്ഞാൽ സൈക്കോളജിയിലുള്ള, നമുക്കിവിടെ സൈക്കോളജി പ്ലാറ്റ്ഫോം ഉണ്ട്. അപ്പൊ സൈക്കോളജിയിലുള്ള മെന്റേഴ്സ് അല്ലെങ്കിൽ സൈക്കോളജിയിലുള്ള ക്ലിനിക്കൽ സൈക്കോളജിയിലൊക്കെ എക്സ്പെർട്ടീസ് ഉള്ള ആൾക്കാർ നിങ്ങൾക്കൊരു എന്താ പറയുക കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ തരുന്നതായിരിക്കും. അതിന് ചെറിയ ചെറിയ വർക്ക്ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം, ഒരുപാട് കരിയർ ബ്രേക്ക് കഴിഞ്ഞ് വരുന്ന ആൾക്കാർക്ക് ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം EEP എന്ന് പറയുന്ന പ്രോഗ്രാംസ് ഒക്കെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. അല്ലാതെ കൾച്ചറൽ ആയിട്ടുള്ള ഇവന്റ്സ്, നമ്മുടെ കരിക്കുലർ ഇവന്റ്സ് ആയാലും കോ കരിക്കുലർ ഇവന്റ്സ് ആയാലും അതൊക്കെ നമ്മൾ ഇവിടെ ഹോസ്റ്റ് ചെയ്യുന്നതാണ്.
ഓണം സെലിബ്രേഷൻ, ഇൻഡിപെൻഡൻസ് ഡേ, ഇങ്ങനെയൊക്കെയുള്ള കൾച്ചറൽ ആയിട്ടുള്ള എല്ലാ ഇവന്റ്സും നമ്മളിവിടെ ഹോസ്റ്റ് ചെയ്യുന്നതാണ്. പിന്നെ അപ്സ്കില്ലിംഗ് ആൻഡ് കരിയർ ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവ്സ്, അതായത് ഇപ്പൊ ചില ഇതിനൊക്കെ ഒരു പ്രത്യേക സപ്പോർട്ട് നിങ്ങൾക്ക് വേണ്ടതായിട്ടുണ്ട്. അപ്സ്കില്ലിന് വേണ്ടിയിട്ടുള്ള സെപ്പറേറ്റ് ഇപ്പൊ നമ്മൾ പറയാ ഇപ്പൊ പ്രൊജക്ടിന്റെ സപ്പോർട്ട്, കാരണം ചില സ്റ്റഡി സെന്റേഴ്സ് ക്ലിയർ ആയിട്ട് അതിന്റെ ഒരു ഇൻസ്ട്രക്ഷൻസ് തരില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് വർക്ക്ഷോപ്സ് ഒക്കെ ഇവിടെ അറേഞ്ച് ചെയ്യുന്നതായിരിക്കും. കരിയർ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് പുറത്തുനിന്നുള്ള എക്സ്പെർട്ട് ആയിട്ടുള്ള ആൾക്കാർ വന്നിട്ട് നിങ്ങളോട് സംസാരിക്കുന്ന കോമൺ ആയിട്ടുള്ള സെഷൻസും ഉണ്ടാവുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സിലബസ് ഡീകോഡിംഗിൽ ഉള്ളത്. ഇനി നിങ്ങൾക്ക് അക്കാഡമിക് ടൈം ടേബിൾ ഉണ്ട്, ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ടാവും. എങ്കിലും നമുക്ക് എന്താണ് അക്കാഡമിക് ടൈം ടേബിൾ ഉള്ളത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അക്കാഡമിക് ടൈം ടേബിളും കൂടെ നമുക്കൊന്ന് ഞാനൊന്ന് പ്രസന്റ് ചെയ്യാം. ഇത് നിങ്ങളുടെ BSc ഫുഡ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി മാനേജ്മെന്റിന്റെ ഫസ്റ്റ് ഇയറിന്റെ ഒരു ടൈം ടേബിൾ ആണ്, ഒരു ഹാഫ് ഓഫ് ടൈം ടേബിൾ ആണ്. അപ്പൊ ഈ ടൈം ടേബിൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക 11th ഓഗസ്റ്റിനാണ്. ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 11th ഓഗസ്റ്റിന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ പറഞ്ഞതുപോലെ തന്നെ 31st ഡിസംബറോട് കൂടെ കംപ്ലീറ്റ് ചെയ്യുന്ന ടൈം ടേബിൾ ആണ്. അപ്പൊ അത് കഴിയുമ്പോൾ നമ്മൾ പുതിയ ടൈം ടേബിൾ ഇടും. അപ്പൊ ഈ ഒരു ഇതിൽ നോക്കുമ്പോഴത്തേന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവാം ലെസൺ നമ്പർ, പേപ്പർ നെയിം ആൻഡ് കോഡ്, അതുപോലെ തന്നെ 2 ടൈം സ്ലോട്ട് തന്നിട്ടുണ്ടാവും. അതായത് 10:30, 7:30 എന്ന് പറഞ്ഞത്. അതായത് ഈ 10:30ക്കും 7:30ക്കും നിങ്ങൾ ഇരുന്ന് പഠിക്കണം എന്നുള്ളതല്ല. രാവിലെ നിങ്ങൾക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെസൺ നോക്കുക, ഉച്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ വൈകിട്ട് നിങ്ങൾക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നോക്കുക എന്നുള്ളതാണ്. അതായത് ഓവറോൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു ദിവസം 2 വീഡിയോസ് വെച്ച് കാണുന്ന രീതിയിലാണ് നമ്മളിത് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ നിങ്ങളുടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ഒരു കോമൺ ടൈം ടേബിൾ ആണ്. അപ്പൊ BSc കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എടുത്തിരിക്കും, BSc ഫുഡ് സേഫ്റ്റിയിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നവർക്ക് എടുത്തവർക്കാണെങ്കിൽ 11th ഓഗസ്റ്റ് മുതലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. എൻവയോൺമെന്റൽ സ്റ്റഡീസ് കോമൺ കോഴ്സ് ആയതുകൊണ്ട് തന്നെ അത് 8th സെപ്റ്റംബർ മുതൽ നിങ്ങൾ അതും പഠിച്ചു തുടങ്ങണം. മീൻവൈൽ നിങ്ങൾക്ക് ബാക്കി ടോപ്പിക്സും പഠിക്കാം. ഇത് നിങ്ങൾക്ക് ടൈം ടേബിൾ പരമായിട്ട് തന്നെ നിങ്ങൾക്ക് പഠിച്ചു പോവാം. സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ ടൈം ടേബിൾ ബേസ് ചെയ്തിട്ട് തന്നെ പഠിച്ചു പോവാം, അതിന് കുഴപ്പമില്ല. പേസിൽ പഠിക്കുകയാണെങ്കിൽ സ്വന്തം പേസിൽ പഠിക്കാം. പിന്നെ ഇവിടെ കാണുന്നില്ലേ നിങ്ങൾ ഇങ്ങനെ ഈ ഒരു ലൈവ് റിവിഷൻ സെഷൻ എന്നുള്ളത്, ഇതിനാണ് നമ്മൾ ലൈവ് ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ് എന്ന് പറയുന്നത്. ക്ലിയറൻസ് സെഷൻസിനകത്തായിരിക്കും നിങ്ങളുടെ ഫാക്കൽറ്റീസ് നിങ്ങൾക്ക് ലൈവ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ അനാലിസിസോ അല്ലെങ്കിൽ ഇഗ്നോല് എന്താ പറയുക ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ഏരിയാസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സെഷനിൽ, അതായത് ഇപ്പം ഈ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന്റെ ബ്ലോക്ക് 1 കഴിയുന്നത് നമുക്ക് 13th ഓഗസ്റ്റിനാണ്. അപ്പൊ 13th ഓഗസ്റ്റിലും 14th ഓഗസ്റ്റിലും ഏതെങ്കിലും ഒരു ദിവസം ബ്ലോക്ക് 1ന്റെ ലൈവ് റിവിഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിരിക്കും എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഈ ടൈം ടേബിൾ നമ്മൾ റിലീസ് ചെയ്യുന്നത്. അതുപോലെ നിങ്ങളുടെ കോർ പേപ്പേഴ്സിന്റെ ടൈം ടേബിളും അതിനനുസരിച്ചിട്ട് റിലീസ് ചെയ്യുന്നതായിരിക്കും. ആദ്യം റിലീസ് ചെയ്തത് ഇതാണ്. പിന്നെ സ്റ്റഡി ലീവ് ആൻഡ് റിവിഷൻ എന്നൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അസൈൻമെന്റ് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു ഹിലേറിയൻ ടാസ്ക് ആണ്. അപ്പൊ അസൈൻമെന്റ് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അപ്പൊ നിങ്ങൾക്ക് പഠിക്കാനോ ഡൗട്ട് ക്ലിയറൻസിനോ ഒക്കെ ചെയ്യാനായിട്ടുള്ള ഒരു സെഷൻ ആണത്. അതായത് ഈ ഒരു സമയത്ത് ചിലപ്പോൾ വേറെ ടൈം ടേബിളിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ വേറെ നിങ്ങളുടെ കോമൺ സബ്ജക്ട്സ് ഒക്കെ, അതായത് നിങ്ങളുടെ ഡിസിപ്ലിനിലെ സബ്ജക്ട്സിന്റെ ഒക്കെ ടൈം ടേബിൾ അനുസരിച്ചിട്ട് ചിലപ്പോൾ ആ സമയത്ത് പഠിക്കേണ്ടി വരും. ഈ ഒരു ടൈം ടേബിൾ അനുസരിച്ചിട്ട് വാല്യൂ എഡ്യൂക്കേഷന്റെ, ലോജിസ്റ്റിക്സ് മാനേജ്മെന്റിന്റെ, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന്റെ, എൻവയോൺമെന്റൽ സ്റ്റഡീസിന്റെ ഒക്കെ ഡിസ്കഷൻ ഈ ഒരു ടൈം ടേബിൾ അനുസരിച്ചിട്ടായിരിക്കും പോകുന്നുണ്ടാവുക. അപ്പൊ മാക്സിമം നിങ്ങൾ ലൈവില് ജോയിൻ ചെയ്യാനായിട്ട് നോക്കണം. സോ അത്രയും കാര്യങ്ങളാണ് നമ്മുടെ ആ ഒരു പെർട്ടിക്കുലർ സെഷനകത്ത് പറയുന്നത്. ഓക്കെ, ഈ ആക്ഷൻ ടാസ്കിൽ അനുസരിച്ചിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് 1 എന്ന് പറയുന്നത് ഇത് നമ്മുടെ സിലബസ് ഡീകോഡിംഗിന്റെ സെഷൻ 4 OP 10.0 ആക്ഷൻ ടാസ്ക് ആണ്. ആദ്യം എന്ത് ചെയ്യണം, നേരെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ ഫുൾ നെയിം നിങ്ങൾ അടിച്ചു കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എൻറോൾ ചെയ്തിരിക്കുന്ന പ്രോഗ്രാം എന്താണ്, BSc ഫുഡ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്ന പ്രോഗ്രാം ആണ്. പിന്നെ നിങ്ങൾക്ക് അസൈൻ ചെയ്തിരിക്കുന്ന മെന്റർ അല്ലെങ്കിൽ LSEഫും, നിങ്ങളുടെ മെന്റർ എന്ന് പറയുന്നത് ഞാനാണല്ലോ, അപ്പൊ എന്റെ പേര് അടിച്ചു കൊടുക്കുക. സോ മൈ നെയിം ഇസ് മാധവി. സോ മാധവി എന്ന് അടിച്ചു കൊടുക്കുക. ഇനി LSEs, അതായത് നോൺ മെന്റർഷിപ്പ് ബാച്ചിലർ സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതത് SSCസിന്റെ അല്ലെങ്കിൽ LSEസിന്റെ പേര് എന്താണെന്നുള്ളത് അടിച്ചു കൊടുക്കുക. ഫാത്തിമ സോറ, ഫാത്തിമ വിവി, കുറെ മെന്റേഴ്സ് ഇല്ലേ നിങ്ങൾക്ക്, SSCs ഇല്ലേ, അവരുടെ പേര് അടിച്ചു കൊടുക്കുക. ഇത് കഴിഞ്ഞിട്ട് ഇനി ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ആക്ഷൻ ടാസ്കിൽ ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ കോഴ്സസ് ഉണ്ട് അല്ലെ. ഇതുപോലെ കുറെ കോഴ്സസ് കാര്യങ്ങൾ വരുന്നുണ്ട്. ലൈഫ് സ്പാൻ ആൻഡ് സൈക്കോളജി, കോഗ്നേറ്റീവ് സൈക്കോളജി, അങ്ങനെ പറഞ്ഞ കുറെ പേപ്പേഴ്സ് നിങ്ങൾക്ക് വരുന്നുണ്ട്. അതായത് എക്സാമ്പിൾ ആണ് കേട്ടോ, അത് നിങ്ങളുടെ പേപ്പറിന്റെ ഒരു എക്സാമ്പിൾ ആണ്. ഇപ്പൊ ഇത് MA സൈക്കോളജിക്ക് വേണ്ടിയിട്ട് നമ്മൾ വെച്ചിരിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ കുറെ കോഴ്സസ് നമ്മൾ പറഞ്ഞില്ലേ, ഡിസാസ്റ്റർ മാനേജ്മെന്റ്, DPVC എന്നൊക്കെ പറഞ്ഞ കുറെ പേപ്പേഴ്സ് ഒക്കെ ഇല്ലേ. അപ്പൊ ആ പേപ്പറിനകത്ത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പേപ്പർ ഏതാണ് എന്നുള്ളത്
അതായത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഓക്കെ എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് പറയുന്ന ഒരു മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഇത് ഏതാണെന്നുള്ളത് ഒന്ന് നോക്കിയിട്ട് അതിനെ പറ്റിയിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. റാങ്ക് 1 ചെയ്തിട്ടുള്ള ഇപ്പൊ റാങ്ക് ചെയ്യണം എന്നുള്ളത് ഈ ഒരു ടോപ്പിക്കിന് റാങ്ക് ചെയ്യണം, അത് ഏതാണെന്നുള്ളത്. ഇപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇപ്പൊ ഫുഡ് കെമിസ്ട്രി ആണെന്നുണ്ടെങ്കിൽ ഞാൻ അത് ഫുഡ് കെമിസ്ട്രി എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഫുഡ് കെമിസ്ട്രി എന്ന് കൊടുക്കുന്നു. എന്നിട്ട് ഞാൻ റീസൺ നിങ്ങൾക്ക് ഒരു കഥ പോലെ പറയാം. ഓക്കെ, എനിക്ക് ഈ പേപ്പർ ഇങ്ങനെ പഠിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, എടുത്തു പിടിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം. പിന്നെ ലീസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് ഓക്കെ ഇത് പഠിക്കണം എന്നുള്ളത് കൊണ്ട് ഞാൻ അങ്ങനെ കൊണ്ട് മാത്രം ഞാൻ പഠിക്കുന്നു എന്ന് അങ്ങനെ തോന്നുന്ന പേപ്പേഴ്സ് ഉണ്ടാവില്ലേ? അങ്ങനത്തെ പേപ്പേഴ്സ് ലീസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരുന്ന പേപ്പേഴ്സ് ഏതാണെന്നുള്ളത് അതും കൂടെ നിങ്ങളൊന്ന് മെൻഷൻ ചെയ്യുക. ഏതാണ് ആ പേപ്പർ? ഇപ്പൊ എനിക്കിപ്പോ എൻവയോൺമെന്റൽ സ്റ്റഡീസ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ആ പേപ്പറിന്റെ കോഡ്, ആ പേപ്പറിന്റെ പേര് ഞാൻ അങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം എന്താണ് ആ റീസൺ എന്നുള്ളത്. അപ്പം നോർമലായിട്ട് നമ്മുടെ സ്വന്തം ഡിസിപ്ലിനിൽ അല്ലാത്ത പേപ്പർ പഠിക്കുമ്പോൾ നമുക്കൊരു ഇൻട്രസ്റ്റ് കുറവുണ്ടാവും. അത് സ്വാഭാവികമായിട്ട് വരുന്ന കാര്യമാണ്. ഓക്കെ, ഇനി യുവർ ലേണിംഗ് ഇന്റൻഷൻ എന്തിനാണ് ഫസ്റ്റ് ഇയർ സിലബസ് നിങ്ങൾക്ക് ഡിസ്ക്രൈബ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? സോ ഐ വാണ്ട് ടു കംപ്ലീറ്റ് മൈ ഡിഗ്രി ഓർ PG കവറിംഗ് ഓൾ കോഴ്സസ്. ഐ വാണ്ട് ടു ഫിനിഷ് വിത്ത് ദ ബെസ്റ്റ് മാർക്സ് ഐ ക്യാൻ ടു സ്ട്രെങ്തൻ മൈ നോളജ് എന്ന് പറഞ്ഞ കുറേ ചെക്ക് ലിസ്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാം ടിക്ക് ചെയ്യാനായിട്ട് പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ജസ്റ്റ് പാസ് ആയാൽ മതി, എനിക്ക് അങ്ങനെ സ്ട്രെസ് ചെയ്യാനൊന്നും പറ്റത്തില്ല, ഞാൻ ജസ്റ്റ് പാസ് ആവാൻ വേണ്ടി മാത്രം വന്നതാണ്, പക്ഷെ എനിക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യണം, ഞാൻ ഇതിനു വേണ്ടി എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യുന്ന ആളാണ്, അങ്ങനെയുള്ള എന്തൊക്കെ റീസൺസ് ഉണ്ടോ ആ ചെക്ക് ലിസ്റ്റ് ഒക്കെ നിങ്ങൾ കൊടുക്കുക. അതുപോലെ തന്നെ വീക്ക്ലി സ്റ്റഡി സ്ലോട്ട് എപ്പോഴാണ്? നിങ്ങൾ രാവിലെയാണോ പഠിക്കുന്നത്, പിന്നെയാണോ പഠിക്കുന്നത്? അത് നിങ്ങളുടെ സ്റ്റഡി അവർ ഏതാണെന്നുള്ളത് ഏതെങ്കിലും ഒന്നെങ്കിലും നിങ്ങൾ സെലക്ട് ചെയ്യാനായിട്ട് നോക്കുക. ചിലപ്പോൾ രാവിലെയും വൈകിട്ടും സാറ്റർഡേയും സൺഡേ ഒക്കെ പഠിക്കുന്ന ആൾക്കാരുണ്ടാവും. നിങ്ങൾ മൊത്തം ടിക്ക് ചെയ്തോളൂ, അതും കുഴപ്പമില്ല. മനസ്സിലായോ? നിങ്ങൾ എപ്പോഴാണോ പഠിക്കുന്നത് അതനുസരിച്ച്. ഇനി നിങ്ങളുടെ ഈ സിലബസ് ഡീകോഡിങ് കഴിഞ്ഞപ്പോഴത്തേക്കും ഓക്കെ ഞാൻ മൊത്തത്തിൽ ഒന്ന് ചാർജ് ആയി എന്നൊക്കെ പറയില്ലേ, മൊത്തത്തിൽ ഒന്ന് കോൺഫിഡന്റ് ആയി എന്ന് പറയുന്നത് കോൺഫിഡൻസ് ലെവൽ എത്രയാണെന്നുള്ളത്. ഇപ്പൊ സിലബസ് ഡീകോഡിങ് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മൊത്തത്തിൽ ഈ പേപ്പറൊക്കെ എന്നെ കൊണ്ട് പഠിക്കാൻ പറ്റൂ, ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ എന്ന് തോന്നുന്നവർ ലോ ആയിട്ട് പറയാം. അല്ല എനിക്ക് ഇതെല്ലാം എന്തായാലും പഠിക്കാനായിട്ട് പറ്റും, ഹൈ ആയിട്ട് പറയാം. ബേസിക് ആയിട്ട് നിങ്ങളുടെ അടുത്ത് പറയട്ടെ, ഈ നിങ്ങൾ പഠിക്കാൻ പോകുന്ന ഒരു പേപ്പറും അത്ര ടഫായിട്ടുള്ള ഒരു പേപ്പറും ഇല്ല. നിങ്ങൾക്ക് ഇപ്പൊ സിലബസ് ഡീകോഡ് ചെയ്തപ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, സിമ്പിൾ ആയിട്ടുള്ള പേപ്പേഴ്സ് ആണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള വളരെ കോർ ആയിട്ടുള്ള കൺസെപ്റ്റ് ഒക്കെയാണ് പഠിക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യത്തെ പറ്റിയിട്ടല്ല നിങ്ങൾ പറയുന്നത്, അറിയുന്ന കാര്യം കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. നിങ്ങൾക്ക് ഇപ്പൊ ഫുഡ് അഡിറ്റീവ്സിനെ പറ്റി അറിയാത്ത ആൾക്കാരുണ്ടോ? ഈ അജിനോമോട്ടോനെയൊക്കെ പറ്റി അറിയാത്ത ആൾക്കാർ ഉണ്ടോ? ഇല്ല, അറിയുന്ന കാര്യം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷെ ഈ പറഞ്ഞതുപോലെ നമുക്കൊരു പേടി, എന്തൊക്കെയാണ് അതിനകത്ത് പഠിക്കാനുള്ളത് എന്നുള്ളത്. പേടിക്കേണ്ട ആവശ്യമില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള എന്നാൽ വളരെ സ്ട്രക്ചർ ചെയ്തിട്ടുള്ള സ്കൂൾ ഓഫ് അഗ്രികൾച്ചർ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ആണിത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നെക്സ്റ്റ് നിങ്ങൾക്കൊരു എന്താ പറയാ ന്യൂ ഹൊറൈസൺ ലേണർ പ്രൊഫൈൽ ഫോം നിങ്ങൾക്ക് ഓൾറെഡി ഷെയർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഇനി കിട്ടാത്തവർ ഒന്നുകൂടെ അത് ചോദിച്ചോളൂ, വേണമെങ്കിൽ ഷെയർ ചെയ്ത് തരാം. ആ ന്യൂ ഹൊറൈസൺ ഫോം ലേണർ പ്രൊഫൈൽ, അതായത് നിങ്ങളുടെ ഒരു പ്രൊഫൈലിന്റെ അണ്ടർസ്റ്റാൻഡിങ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്രൊഫൈൽ ഫോം ആണ്. ഈ നമ്മുടെ ആക്ഷൻ ടാസ്ക് ഫില്ല് ചെയ്യുന്നത് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ന്യൂ ഹൊറൈസൺ ഫോം ഫില്ല് ചെയ്യുന്നത്. അതുവഴിയേ നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് എന്തൊക്കെ കൺസേൺസ് ഉണ്ട്, ഇനി നിങ്ങൾക്ക് എന്തൊക്കെ സപ്പോർട്ടാണ് നമ്മൾ പറഞ്ഞു തരേണ്ടത്. ചിലവർക്ക് ചില കൺസേൺസ് ഉണ്ടാവും, അത് നമുക്ക് പറയാൻ പറ്റാതെ നിങ്ങൾക്ക് ഈ ഫോം വഴി നമ്മളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ ഇത്രയും നേരം വളരെ പേഷ്യന്റ് ആയിട്ട് വളരെ കാമായിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നിങ്ങൾ ഇരുന്നതിന് ഒരു വലിയ താങ്ക്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആക്ഷൻ ടാസ്കും ന്യൂ ഹൊറൈസൺ ഫോമും എന്തായാലും ഫില്ല് ചെയ്തിട്ട് എനിക്ക് തംസ് അപ്പ് അയക്കുന്നു ഞാൻ വിചാരിക്കുന്നു. സോ താങ്ക് യു ഫോർ ജോയിനിങ്.